ആലീസും കുഞ്ഞും വന്നു. ഒരു ടാക്സിയിൽ റീനയും അന്നക്കുട്ടിയും ഒപ്പം ഉണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് പുക കണ്ണിൽ കയറിയ മട്ടിൽ കണ്ണു തിരുമ്മിക്കൊണ്ട് ആനി അവർ സ്വീകരിച്ചു. പക്ഷെ സത്യത്തിൽ അവൾ കരയുക തന്നെ ആയിരുന്നു. കണ്ണീർ തുടയ്ക്കുകയായിരുന്നു. അത്രയ്ക്ക് ക്രൂരമായ വാക്കുകളല്ലേ ജോയ്ക്കുട്ടി പറഞ്ഞിട്ട് പോയത്. എങ്ങനെ സഹിക്കും? എങ്കിലും ആനി കുഞ്ഞിനെ എടുത്ത് ലാളിച്ചു. അവർക്ക് കാപ്പി നൽകി. ഒന്നുമില്ല എന്ന് ഭാവിക്കാൻ ശ്രമിച്ചു. മുഖത്ത് നിസ്സംഗത വരുത്തുവാൻ ശ്രമിച്ചു. പക്ഷെ ആലിസോ റീനയോ ശ്രദ്ധിച്ചില്ലെങ്കിലും അന്നക്കുട്ടിയുടെ സ്ത്രീ സഹജമായ കണ്ണുകൾ ഒരു കാര്യം പിടിച്ചെടുത്തു. ആനിയിലെ മാറ്റം. എല്ലും കൂടായ ആ ശരീരത്തിന് ഒരു തുടിപ്പില്ലേ? മുഖത്തിന് ദുഃഖഭാവത്തിനപ്പുറം ഒരു ചാരുതയില്ലേ? സംശയത്തിന്റെ ഒരു കടന്നൽ കൂടെ അന്നക്കുട്ടിയുടെ മനസ്സിൽ പൊട്ടിയിളകി. ഓഹോ, ഇനി എത്തിയോ? രാത്രിയിലെത്തിയ ജോയിക്കുട്ടിയുടെ സ്വാഗത വാക്കുകളായിരുന്നു അത്. രോഷത്തോടെ അവൻ പറഞ്ഞു. തെണ്ടിച്ച് വിചാരിച്ചിട്ട് ഒരു പെണ്ണിനെ പെറ്റിട്ടു. നീയല്ലേ തന്ത? ആണിൽ തന്നെ അവളുടെ വയറ്റിലിടാൻ മേലായിരുന്നുവെന്ന് ചോദിക്കാൻ അന്നക്കുട്ടിക്ക് നാക്ക് ധരിച്ചു. പക്ഷെ ചോദിച്ചില്ല. അവൻ അടങ്ങുന്നെങ്കിൽ അടങ്ങട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അമർഷത്തോടെ അവൻ മൂളി. ആ അമർഷം ഈ ലോകത്തോട് മുഴുവനും ആണെന്ന് തോന്നി. പ്രശ്നം ഇങ്ങനെയാണ്. പാലത്തുമ്പിൽ നിന്ന് വഴക്കടിച്ച് ആലീസിനെയും കൂട്ടി പോണെങ്കിലും ജോയിക്കുട്ടി മൂക്കറ്റം മദ്യപിച്ച് മിക്കപ്പോഴും ചെല്ലും വീതം ചോദിക്കാൻ. ചെന്ന വഴക്കും ചീത്തവിളിയും തന്നെ. ആലീസും വീട്ടുകാരും കൂടി ജോയിക്കുട്ടിയെ പറഞ്ഞ് ഇളക്കി വിടുന്നതാണെന്ന് തന്നെ പാലത്തുമ്പിലുള്ളവർ ധരിച്ചു. സഹികെട്ട് ഒരു ദിവസം അവറാച്ചൻ വീതം വച്ചു. മക്കളും ഭാര്യമാരും ഒരു വക ആയതിനാൽ അവറാച്ചൻ പകുതി സ്വത്ത് തന്റെയും ഭാര്യയുടെയും പേരിൽ എഴുതി. ശേഷിച്ച സ്വത്തിൽ വീടുൾപ്പെടുന്ന ഭാഗം ജോർജിനും ബാക്കി ഭാഗം ജോയിക്കുട്ടിക്കും. അവറാച്ചന്റെയും അക്കാമയുടെയും മരണശേഷം അവരുടെ പേരിലുള്ളത് തുല്യമായി ഇരു മക്കൾക്കും ലഭിക്കുകയും ചെയ്യും. ജോയിക്കുട്ടി പറയുന്നത് ജോർജും മോളിയും പറഞ്ഞിട്ടാണ് അവറാച്ചൻ സ്വത്ത് അങ്ങനെ ഭാവിച്ചതെന്നും അവനെ പറ്റിച്ചു എന്നുമാണ്. വീതം കിട്ടിയ സ്ഥലത്ത് അതുകൊണ്ട് തന്നെ വീട് വെക്കുകയില്ല എന്നവൻ പ്രഖ്യാപിച്ചു. അവനത് വിറ്റുമുടിക്കുമെന്ന് അവറാച്ചനും ജോർജിനും അറിയാമായിരുന്നു. ജോർജ് അതും കൂടി വാങ്ങാൻ തയ്യാറായിരുന്നു. പക്ഷെ ജോയിക്കുട്ടി അവന് കൊടുക്കുകയില്ല. വിൽക്കാൻ കഴിയില്ല. സ്ഥലം വാങ്ങാൻ ആളെത്തി. മൂക്കറ്റം മദ്യപിച്ചാണ് ജോയിക്കുട്ടി സ്ഥലത്തിന് വില പറയാൻ വന്നത്. 2 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടണം. പക്ഷെ തനിക്ക് ഇഷ്ടമുള്ളത് തന്നാ മതിയെന്നാണ് ജോയിക്കുട്ടിയുടെ ഡിമാൻഡ്. വന്നവൻ ലാക്കു കണ്ടു. ഒടുവിൽ കിട്ടിയത് 85,000. കള്ളിറങ്ങുന്നതിന് മുമ്പ് ആധാരത്തിൽ ജോയിക്കുട്ടിയെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. കിട്ടിയ 55,000 ജോയിക്കുട്ടി തവിട് പൊടിയാക്കി കൂട്ടുകൂടി കുടിച്ചു. ചോദിച്ചവർക്കൊക്കെ വായ്പ നൽകി. ആ ഇനത്തിൽ ആലിസിന് ലഭിച്ചത് ഒരു ചെറിയ മാലയും സാരിയും മാത്രം. പണം തീർന്നതിന്റെ കളി ജോയിക്കുട്ടിക്ക് നന്നായിട്ടുണ്ട്. ആ ഇടയ്ക്കാണ് അറിഞ്ഞത് ജോർജിന്റെ ഭാര്യ മോളി പ്രസവിച്ചു എന്ന്. ആൺകുട്ടി. ഷാപ്പിലിരുന്ന് ജോയിക്കുട്ടി വെല്ലുവിളിച്ചു. അവന്റെ പെമ്പിള മാത്രമല്ല ആണിനെ പിറന്നത്. എന്റെ പെമ്പിളയും ആണിനെ പിറം. 3 തരം. പക്ഷേ ആലിസ് പ്രസവിച്ചതോ പെൺകുഞ്ഞിനെ. ജോർജിന്റെയും മോളിയുടെയും മുമ്പിൽ ഇനി ജോയിക്കുട്ടിക്ക് എന്താ വില? പുതുതായി പിറന്ന ഈ ജന്തു കാരണം. ജോയിക്കുട്ടി ആ ജന്തുവിനെ പിന്നെ എങ്ങനെ സ്നേഹിക്കും? അതുകൊണ്ട് അവൻ തനിക്ക് കുട്ടിയുണ്ടായ വിവരം പാലത്തുങ്കൽ അറിയിച്ചതേയില്ല. അന്നക്കുട്ടിയുടെ ശ്രദ്ധ മുഴുവനും ആനയിലായി. താൻ ആശുപത്രിയിൽ പോകും മുമ്പ് കണ്ടിരുന്ന മകളല്ല വന്നതിന് ശേഷം കാണുന്നത് എന്നവർ നന്നായി അറിഞ്ഞു. നിസ്സംഗതയായിരുന്നു ആനയുടെ മുഖത്ത് എന്നും കണ്ടിരുന്നത്. എന്തു തന്നെ കണ്ടാലും അവൾ കരാറുമില്ലായിരുന്നു. ആലിസിന്റെ കുഞ്ഞിനെ എപ്പോഴും എടുത്ത് താലോലിക്കും, ഉമ്മ വയ്ക്കും. മുറ്റത്തും പരിയത്തും വഴിയിലും ഒക്കെ നിൽക്കും കുഞ്ഞിനെയും കൊണ്ട്. ആലീസിനേക്കാൾ ഒരു ആത്മബന്ധം ആ കുഞ്ഞിനോട്. പ്രസവിക്കാൻ വിധിയില്ലാത്ത ഒരുവളുടെ ആത്മബന്ധമാണോ അത്? അന്നക്കുട്ടിക്ക് ഒരുപാട് സംശയങ്ങൾ ആനിയെ സംബന്ധിച്ച്. ക്രമേണ അയൽക്കാരുമായി സംസാരിച്ചതിൽ നിന്ന് അന്നക്കുട്ടി ഒരു സത്യം തോണ്ടിയെടുത്തു. ആനി അവരുടെ വീട്ടിലൊന്നും കിടക്കാൻ ചെന്നിട്ടില്ല രാത്രിയിൽ. അന്നക്കുട്ടി അതീവ രഹസ്യമായി ആനിയെ ചോദ്യം ചെയ്തു. അമ്മച്ചിയുടെ സംശയം തിങ്ങിയ കണ്ണുകൾ തന്നെ വലയം ചെയ്യുന്നത് ആനി അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കരുതലോടെ ആനി മറുപടി പറഞ്ഞു. ഓ, സർവ്വ അയലൊക്കെക്കാരെയും വെറുപ്പിച്ചിരിക്കുകയല്ലേ. പിന്നെ കിടക്കാൻ ചെല്ലാൻ നാണവും. അല്ലെങ്കിലും ഇവിടെ തന്നെ ഒന്ന് കിടന്നു എന്ന് കരുതി എന്നെപ്പോലെ ഇരുത്തിയെ ആർക്കാ വേണ്ടത്? ആനി കടുപ്പിച്ച് ചോദിച്ചു. അന്നക്കുട്ടിക്ക് ഉത്തരം മുട്ടിപ്പോയി. പിന്നെയും അന്നക്കുട്ടി നടുക്കുന്ന ഒരു സത്യം കൂടി അറിഞ്ഞു. എല്ലാ രാത്രികളിലും ജോയിക്കുട്ടിയുടെ കാറിന്റെ ശബ്ദം കേട്ടിരുന്നുവെന്ന്. രാത്രി വൈകി വന്നിരുന്ന കാറ് നേരം പുലരും മുമ്പ് പോയതെന്നും അന്നക്കുട്ടി നെഞ്ചിരിപ്പോടെ ഉൾക്കൊണ്ടു. അതവരെ വല്ലാതെ തളർത്തി.
പക്ഷെ ആനിയോട് അത് ചോദിക്കാൻ അവർക്ക് എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ആനി നിരസിച്ചാലും സമ്മതിച്ചാലും ഒരുപോലെ അന്നക്കുട്ടി തകരും. വന്നുപോയതും വരാനിരിക്കുന്നതുമായ വിപത്തുകളെ കുറിച്ച് ഓർത്ത് ആ സാധു സ്ത്രീ വല്ലാതെ നടുങ്ങി. ചാകപ്പോകയായ പെണ്ണിനെ കൊണ്ട് താൻ ആശുപത്രിയിൽ. ആ സമയത്ത് അവളുടെ കെട്ടിയൻ ചേട്ടത്തിയുടെ കൂടെ വീട്ടിൽ ആഘോഷം. വിവേകം നശിച്ചത് ജോയിക്കുട്ടിക്കോ അതോ ആനിക്കോ? ആലീസിനെ ആനി മറന്നിട്ടോ അതോ ജോയിക്കുട്ടിയുടെ സ്വഭാവം അറിയാഞ്ഞിട്ടോ? രണ്ടുമായിരിക്കില്ല. സാഹചര്യം. രോഗം കാർന്നു തിന്നുവെങ്കിലും ഒരു പെണ്ണിന്റെ മനസ്സ് അവൾക്കുമില്ലേ? തൊട്ടിളയ അനുജത്തി ഭർത്താവുമൊത്ത് കൂടെ താമസിക്കുന്നു. ഒരു നിയന്ത്രണവും ലജ്ജയുമില്ലാത്ത രീതിയാണ് അവന്. ഏറ്റവും ഇളയവൾക്കും വിവാഹം ആലോചിക്കുന്നു. ആനിയുടെ ഗണ്ണം അറിയാഞ്ഞിട്ടല്ല. പക്ഷെ അന്നക്കുട്ടി എന്തു ചെയ്യാൻ? എന്തു തന്നെയായാലും ആനി ജോയിക്കുട്ടിയെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടും ന്യായീകരിക്കാൻ അന്നക്കുട്ടിക്ക് കഴിഞ്ഞില്ല. ജോയിക്കുട്ടി എന്ന ഒറ്റ മനുഷ്യനെ കൊണ്ട് പൊറുതുമുട്ടി വിവിധ തരത്തിൽ കണ്ണീര് കുടിക്കുന്ന 3 പെൺമക്കളാണ് ഇന്ന് ആ വീട്ടിലുള്ളത്. അവർക്ക് നടുവിൽ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാനാവാത്ത നിസ്സഹായതയിൽ ഒരു തീക്കുണ്ടത്തിൽ വീണുപോയതുപോലെ അന്നക്കുട്ടി നീറിപ്പിടഞ്ഞു. ഒരു ദിവസം കടയിലേക്ക് തയ്ക്കാൻ പോകുന്ന റീനയുടെ അടുത്ത് കാർ ചവിട്ടി നിർത്തി ജോയിക്കുട്ടി ചോദിച്ചു പരിഹാസത്തോടെ, ചിറ്റാഴത്തെ കുഞ്ഞമ്മ തയ്ക്കാൻ പോകുവാണോ? റീന ഞെട്ടിപ്പോയി. ഇയാൾ ഇതറിഞ്ഞോ? ജോയിക്കുട്ടി വിചാരിച്ച് നടക്കാതെ നീ ചിറ്റാഴത്തെ കുഞ്ഞമ്മ ആകത്തില്ലടി. ഡാനിയിൽ അതിന് പുളി പിടിക്കും വേണ്ടാന്ന് നീ തന്നെ പറഞ്ഞേക്ക്. റീന ഇരട്ടി വെറുപ്പോടെ ആഞ്ഞു നടന്നു. ആ നടത്തം പോലും ജോയിക്കുട്ടി ആസ്വദിച്ചു. അവൾക്കൊപ്പം കാറും ഓട്ടിക്കൊണ്ട് കുറെ ദൂരം പോവുകയും അതിനിതും പറയുകയും ചെയ്തു. അവൻ പറഞ്ഞതുപോലെ ഒപ്പിക്കുമെന്ന് റീനയും കരുതിയില്ല. അന്ന് വൈകുന്നതിന് മുമ്പ് തന്നെ അവൾ അറിഞ്ഞു ജോയിക്കുട്ടി ഡാനിയലുമായി വഴക്കുണ്ടാക്കിയെന്നും ഉഗ്രൻ അടി നടന്നുവെന്നും. ജോയിക്കുട്ടി ആരുമായ അടി നടന്നുവെന്ന് അന്നക്കുട്ടി പണിസ്ഥലത്ത് അറിഞ്ഞുള്ളൂ. ആരോട് എന്നത് അറിഞ്ഞില്ല. എന്നാൽ എന്താ, ആരോടായാലും വഴക്കുണ്ടാക്കിയതും തല്ലിയതും മരുമകനല്ലേ. വീട്ടിലെത്തിയപ്പോ അവർ മക്കളോട് വിവരം പറഞ്ഞു. ഇവനിത് എന്നാ ഭ്രാന്ത? അവർ സ്വയം ചോദിച്ചു. ഈ നാട്ടിലുള്ളവരെ മുഴുവൻ വെറുപ്പിക്കാനും തല്ലാനും ഒക്കെ തുടങ്ങിയാൽ എങ്ങനാ? എല്ലാവരും കൂടെ കൂടിയാ ഇവന്റെ ഒരു എല്ല് പോലും മിച്ചം കാണത്തില്ല. അതാ കയ്യിരിപ്പ്. ആലീസ് മിണ്ടിയില്ല. ആനയും. റീന വന്നത് ദേഷ്യപ്പെട്ടാണ്. അവളുടെ സ്ഥായിയായ ഭാവം തന്നെ ഇപ്പോ വെറുപ്പ് ദേഷ്യവുമായി മാറിയിരിക്കുന്നു. ഈ വീട് ശാപം പിടിച്ചാണ്. ഇവിടെ ഉള്ളവരും ഇവിടെ വന്ന് കയറിയവൻ അതിനേക്കാൾ ശാപം പിടിച്ചവനും വെറുകെട്ടവനും എങ്ങനെ രക്ഷപ്പെടും? അവൾ പല്ലു കടിച്ചു. പത്രത്തിൽ വായിക്കാറില്ലേ ഒരു വീട്ടിലുള്ളവർ ഒന്നാകെ വിഷം കഴിച്ച് ചത്തു കിടക്കുന്നുവെന്ന്? ഇത്തരം ഗതികെട്ട വീടുകളിലാണത് സംഭവിക്കുക. ഗതികേടിന്റെ അങ്ങേ അറ്റത്ത് ചെന്നാ പിന്നെന്ത്? തിരിഞ്ഞു നിൽക്കാ എടുത്തു ചാടണം. അമ്മച്ചിക്ക് പറ്റുമോ? വയ്ക്കുന്ന ചോറിൽ ഒന്നാകെ വിഷം കലക്കാൻ പറ്റില്ലേ? പറയ്, ഞാൻ ചെയ്യാം. എനിക്ക് മടിയൊന്നുമില്ല. ഇത്ര നാൾ ജീവിച്ചിരിക്കണമെന്നോ അത് ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്നോ എനിക്കിപ്പോ ഒരാശയമില്ല. ഏതായാലും ഇപ്പോഴത്തെ ജീവിതത്തേക്കാൾ എത്ര ഭേദമാണ് മരണം. അന്നക്കുട്ടി മിണ്ടിയില്ല. ആലീസും ആനയും മിണ്ടിയില്ല. ഒരുപക്ഷെ വിഷം കലക്കാൻ അന്നക്കുട്ടിക്കും മനസ്സുണ്ടായിരിക്കാം. അത് കഴിക്കാൻ ആലീസിനും ആനിക്കുട്ടിക്കും മനസ്സുണ്ടായിരിക്കാം. അതാവും ആ മൗനത്തിന്റെ അർത്ഥം. ജോയിക്കുട്ടി വന്നത് കുടിച്ച് തീരെ ലക്കുകെട്ടാണ്. പതിവിലധികം കുടിച്ചിട്ടുണ്ട്. കാറ് മുറ്റത്തെത്തി നിന്നു. അവന്റെ നെറ്റിന്മേലും വലതുകാലിന്റെ പത്തിക്കും കെട്ടുണ്ടായിരുന്നു. ദാനിയേലുമായി ഉരുട്ടി പിടിച്ചപ്പോ ഉണ്ടായ പരിക്കായിരിക്കാം. ആരും ഒരക്ഷരവും മിണ്ടിയില്ല. ആരും അവൻ വന്നത് കണ്ടതായി ഭാവിച്ചില്ല. ആരും എണീറ്റ് ബഹുമാനിച്ചുമില്ല. പക്ഷെ അടുത്തു വന്നപ്പോ ആലീസ് മെല്ലെ എണീറ്റ് പിന്മാറി. മറ്റുള്ളവരുടെ അവഗണന അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കണക്ക് തീർത്തത് ആലീസിനിട്ട് പൊള്ളിയ പാടുള്ള വലതുഭാഗത്ത് തന്നെ. എന്നാടി വന്നാലും എണീക്കാ ഇത്ര അമാന്തം? ആലീസ് കരഞ്ഞില്ല. വേദനിച്ച കവിൾത്തടം തടവിയതുമില്ല. ഭിത്തിമേൽ ചാരി അങ്ങനെ നിന്നു. അവൻ അകത്തേക്ക് പോയി. അന്നക്കുട്ടി അടുക്കളയിലെത്തി ചോറ് വിളമ്പി. ആലീസ് മുറിയുടെ വാതിൽക്കിലെത്തി വിളിച്ചു. ചോറ് വിളമ്പി. നിന്റെ തന്ത വരും ആ പേപ്പട്ടി, എനിക്ക് വേണ്ട. അവൻ കുറച്ചു ചാടി. അവൾ പിൻവലിഞ്ഞു. ആലീസും കഴിച്ചില്ല. എടീ, ജോയിക്കുട്ടി വിളിച്ചു. നിന്റെ പായും കുന്താണ്ടും ഒക്കെ എടുത്തുകൊണ്ട് വാടി. ഇനി മുതൽ എവിടെ കടന്നാ മതി നീ. ജോയിക്കുട്ടി അവളുടെ അടുത്ത് വന്നു. അയ്യോ, ആലീസ് ഭയന്നു. ഊണ് കഴിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവരും ഭയന്നു. എന്താടി മേലെ? എന്തടി? ജോയിക്കുട്ടി അവളെ പിടികൂടി മുടിയിൽ പിടിച്ചു വലിച്ചു. അന്നക്കുട്ടി ചോറിട്ടിട്ട് എണീറ്റു. പെണ്ണ് മരുന്ന് കഴിക്കുക, തീർന്നിട്ടില്ല. 10-30 ദിവസം ആവുന്നതേ ഉള്ളൂ. നിനക്ക് എന്നാത്തിന്റെ കേടാ? അന്നക്കുട്ടി വെറുപ്പോടെ ചോദിച്ചു. നിങ്ങൾ ഒരു പുല്ലും പറയണ്ട.
ജോയിക്കുട്ടി അന്നക്കുട്ടിയുടെ നേരെ തിരിഞ്ഞു. പിന്നെ ആരാ പറയേണ്ടത്? അന്നക്കുട്ടി എതിർത്തു. മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ? ജോയിക്കുട്ടിക്ക് കലി കയറി കണ്ണു കാണാൻ മേലാതായി. അവൻ തറയിൽ കിടന്നിരുന്ന ഒരു പലകയെടുത്ത് പുറത്തേക്ക് ആഞ്ഞെറിഞ്ഞു. പച്ചത്തെറി പറഞ്ഞ് അടുക്കളയിലേക്ക് പാഞ്ഞു കയറി. കഞ്ഞിക്കലം ഒന്നാകെ നിലത്തടിച്ചു. സ്തംഭിച്ചിരുന്ന ആനയുടെയും റീനയുടെയും മുമ്പിലിരുന്ന ചോറുപാത്രം തൊഴിച്ചെറിഞ്ഞു. ചോറ് അടുക്കളയിൽ ചിതറി. പിന്നെ പാഞ്ഞു നടക്കുമ്പോഴാണ് പായയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ കണ്ടത്. കാലിൽ കൂട്ടിപ്പിടിച്ചവൻ അതിനെ വലിച്ചെടുത്തു, നിലത്തടിക്കാനെന്നോണം. അയ്യോ! കൂട്ട നിലവിളി ഉയർന്നു. ജോയിച്ചാ, എന്റെ കുഞ്ഞിനെ കൊല്ലല്ലേ, ഞാൻ എന്നാ വേണേലും ചെയ്യാം, എവിടെ വേണേലും കിടക്കാം, കുഞ്ഞിനെങ്ങ് തരണേ. ആലിസ് കൈകൂപ്പി യാചിച്ചു. ജോയ്ക്കുട്ടി ഉറക്കെ ചിരിച്ചു, പകയുടെ മൂർത്തിയെ പോലെ. രാത്രിയിൽ ഒരുപോലെ കണ്ണടയ്ക്കാൻ അന്നക്കുട്ടിക്ക് കഴിഞ്ഞില്ല. വെളുക്കുവോളം കിടന്നും എണീറ്റിരുന്നും മൂക്ക് പിഴിഞ്ഞും തേങ്ങിയും അവർ കഴിച്ചുകൂട്ടി. അന്നക്കുട്ടിക്കൊപ്പം ഉറക്കമില്ലാത്ത കാലരാത്രിയായിരുന്നു റീനയ്ക്കും ആനിക്കും. പാതിരാത്രി വരെ ജോയ്ക്കുട്ടി അവളെ ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അവൾ ഒരു കാര്യം പ്രത്യേകമായും ചെയ്തിരുന്നു. കുഞ്ഞിനെ ആ മുറിയിലേക്ക് കൊണ്ടുപോയില്ല. കാലിൽ തൂക്കി പിടിച്ച് കൊല്ലാൻ ശ്രമിച്ച മനുഷ്യൻ, ആ മനുഷ്യന്റെ കയ്യിൽ ഇനി ആ കുഞ്ഞിന്റെ ജീവന് എന്തുണ്ട് സുരക്ഷിതത്വം? കുഞ്ഞിനെ അന്നക്കുട്ടിയോടൊപ്പം കിടത്തി. അന്നക്കുട്ടി ഒന്ന് പ്രത്യാശിച്ചിരുന്നു, ജോയ്ക്കുട്ടിയുടെ വീരും ചീത്ത പറച്ചിലും മദ്യപാനവും ഒക്കെ ആലീസ് പ്രസവിക്കുന്നതോടെ നിൽക്കുമെന്ന്. ഒരു പിതാവായി കഴിഞ്ഞു എന്ന സത്യത്തിന് മുമ്പിൽ എല്ലെങ്കിലും വ്യത്യാസമുണ്ടാകാത്ത മനുഷ്യനുണ്ടോ? ജോയ്ക്കുട്ടിക്ക് പക്ഷെ ഉണ്ടായിരുന്ന മനുഷ്യത്വം കൂടി ഇല്ലാതാവുകയാണ് ചെയ്തത്. ഉണ്ടായത് പെൺകുഞ്ഞായി പോയതാണ് കാരണം. പെൺകുഞ്ഞ് ജനിച്ചത് ആ കുഞ്ഞിന്റെയും ആലിസിന്റെയും മനഃപൂർവമായ കുറ്റമല്ലാതെ മറ്റെന്താണ്? ഉറങ്ങാതെ അന്നക്കുട്ടിയും ആ 3 പെൺമക്കളും നേരം വെളുപ്പിച്ചു. ശരീരവും മനസ്സും വല്ലാതെ തളർന്നു പോയിരുന്നു. അന്നക്കുട്ടി അന്ന് പണിക്ക് പോയില്ല. ആ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് വ്യതയോടെ അതിന്റെ കുഞ്ഞു മുഖത്തേക്ക് നോക്കിയിരുന്നു. ആ കുഞ്ഞ് അന്നക്കുട്ടിയെ നോക്കി ഇടയ്ക്കിടെ മോണ തുറന്ന് ചിരിച്ചു. പാവം കുഞ്ഞ്. അതിന്റെ അപ്പന്റെ സ്വഭാവങ്ങളോ അമ്മച്ചിയുടെ കണ്ണീരോ ആ കുഞ്ഞറിയുന്നുണ്ടോ? ഇത്തരം ഒരു മനുഷ്യന് ജനിച്ച് ആ കുഞ്ഞ് വളർന്നാലും കണ്ണീരല്ലാതെ മറ്റെന്താണ് അതിന് ലഭിക്കുക? ജോയ്ക്കുട്ടി ഉണർന്ന് പല്ലു തേച്ച് ആലിസ് കൊടുത്ത് കാപ്പിയും കുടിച്ച് വീണ്ടും കിടന്നു. ഇന്ന് പോകുന്നില്ലേ ചോദിച്ച പട്ടി കുരയ്ക്കുന്നത് പോലെ കുരയ്ക്കും, ചാടി വീഴും. ആരും ചോദിച്ചില്ല. റീന പോയി കഴിഞ്ഞു. ഉച്ചയായപ്പോ ജോയ്ക്കുട്ടി വീണ്ടും എണീറ്റ് ഷർട്ടും മുണ്ടും മറ്റൊന്ന് ധരിച്ചു കാറിൽ കയറിപ്പോയി. അവൻ വന്ന പോകുന്നത് വരെ ആ വീട് അഗ്നിപർവ്വതത്തിന് സമമാണ്. ഉച്ച കഴിഞ്ഞിരുന്നു. ജോയ്ക്കുട്ടി ഇടിച്ചു പൊളിച്ചു കളഞ്ഞ വരാന്തയും ഭിത്തിയും അതുപോലെ തന്നെ കിടക്കുകയാണ്. അവിടെ പൊട്ടിയ തറയിൽ ഒരു പായ വിരിച്ച് അന്നക്കുട്ടി കുഞ്ഞിനെ കിടത്തി. അതിന്റെ വിശക്കുന്ന വായിലേക്ക് ചുട്ട ഏത്തപ്പഴം ഇത്തിരീശെ പതുക്കെ വച്ചു കൊടുത്തു. തിന്നട്ടെ, വയറ് നിറയട്ടെ. മുലപ്പാല് കുടിക്കാൻ മാത്രം കിട്ടുന്നില്ല കുഞ്ഞിന്. വെറുതെ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുറ്റത്ത് അനക്കം കേട്ടത്. ദാനിയേൽ. അന്നക്കുട്ടിക്ക് ആളെ പെട്ടെന്ന് മനസ്സിലായി. പെരുന്നാളിന്റെ അന്ന് റീനയുടെ കയ്യിൽ കടന്നു പിടിച്ചവൻ. ജോയ്ക്കുട്ടി ഇവനെ അന്ന് തല്ലി, താൻ ചൂടുകൊണ്ട് അടിച്ചു, ഓർമ്മയുണ്ട്. അന്നക്കുട്ടി കലിപ്പോടെ എണീറ്റു. എന്താ? എന്റെ പേര് ദാനിയേൽ, അവൻ പറഞ്ഞു. ഓ. അന്നക്കുട്ടി അലക്ഷ്യഭാവത്തിൽ വീണ്ടും വരാന്തയിലിരുന്നു. തന്റെ പ്രവൃത്തി തുടർന്നു. അമ്മച്ചി എന്നെ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ദാനിയേൽ ഭവ്യതയോടെ പറഞ്ഞു. ഓർക്കുന്നുണ്ട്. എന്റെ പെണ്ണിന്റെ കയ്യെ കയറി പിടിച്ചോണല്ലേ, പോരാത്തതിന് ചൂലുകെട്ടുകൊണ്ട് ഞാൻ തല്ലിയതുമാ, അന്നക്കുട്ടി പറഞ്ഞു. എന്റെ മരുമ കള്ളുകൂടിയനായിപ്പോയി, അവനെ നിയന്ത്രിക്കാനും പറ്റത്തില്ല. നിങ്ങളൊക്കെ ഓരോ കുടുംബത്തിൽ ജനിച്ചവരായിരിക്കുമല്ലോ. മറ്റൊരു കുടുംബത്തിരുന്ന് കള്ളു കുടിക്കാൻ ആരെ തന്നെ വിളിച്ചാലും വിവരവും മര്യാദയും ഉള്ളവർ പോകത്തില്ല. അയ്യോ, അമ്മച്ചി എന്നെ തെറ്റിദ്ധരിച്ചു, ദാനിയേൽ ആകെ വിളറി. ഞാൻ കണ്ട കാര്യം, അതിനകത്തിപ്പോ എന്നാ തെറ്റിദ്ധരിക്കാനാ? ഞങ്ങൾ പാവങ്ങളായിപ്പോയി, തണ്ടുണ്ടെങ്കിലും ഇല്ലാത്തതിന് സമമായിട്ട്. എന്റെ ഈ വീട് ഷാപ്പാന്ന് നിങ്ങളൊക്കെ കരുതി. എന്റെ പെണ്ണിന് വന്ന കല്യാണാലോചനയൊക്കെ മുടങ്ങിപ്പോയത് അതൊക്കെ കൊണ്ടാണ്. അന്നക്കുട്ടി ഒഴുകിയിറങ്ങിയ കണ്ണീർ തുടച്ചെറിഞ്ഞു. തന്റെ വരവ് തീരെ പന്തികേടായി എന്ന് ദാനിയേൽ അറിഞ്ഞു. എങ്ങനെ അന്നക്കുട്ടിയെ പ്രീണിപ്പിച്ചെടുക്കുമെന്ന് അവന് പിടികിട്ടിയില്ല. അപ്പോഴാണ് പടി കടന്ന് മറ്റൊരാൾ കടന്നു വന്നത്, മധ്യവയസ്കൻ. അന്നക്കുട്ടി സൂക്ഷിച്ചു നോക്കി. ചിറ്റാഴത്തെ ഓട്ടുകമ്പനി മുതലാളി കുഞ്ഞച്ചനല്ലേ അത്? അന്നക്കുട്ടിക്ക് ആളെ അറിയാം. ഭരതനുമായി ലോഹ്യമാണ് കുഞ്ഞച്ചൻ മുതലാളിക്ക്. പക്ഷെ അങ്ങേര് ഇവിടെ വന്നത് എന്തിനാ? ജോയ്ക്കുട്ടി ഓടിന്റെ പണം ഇനി കൊടുക്കാനുണ്ടോ? ദാനിയേലും തെല്ല് ഒതുങ്ങി നിന്നു. മുതലാളി ഇരുന്നാട്ടെ. അന്നക്കുട്ടി കൈകൾ മുണ്ടിന്നും ഉയർത്തി തുടച്ചിട്ട് അകത്തേക്ക് കയറി. ഒരു പായ എടുത്തുകൊണ്ടുവന്ന് തട്ടിക്കുടഞ്ഞ് ആ വരാന്തയുടെ ഒരറ്റത്ത് ഇട്ടുകൊടുത്തു. ഇരുന്നാട്ട് മുതലാളി. കുഞ്ഞച്ചൻ ഇരുന്നു.
ഞാൻ വലിയ മുതലാളിയൊന്നും ആയിട്ടില്ല എന്നെ കുട്ടി, കുഞ്ഞച്ചൻ പറഞ്ഞുകൊണ്ട് ഡാനിയലിനെ നോക്കി. പിന്നെ ചോദിച്ചു, നീ എന്നാ അവിടെ നിൽക്കുന്നത്? ഒന്നും പറയണ്ട എന്റെ മുതലാളി, എനിക്കിവിടെ ഒരു മരുമകനുണ്ട്. എന്റെ രണ്ടാമത്തെ പെണ്ണിനെ ഞാൻ ബലി കൊടുത്തപ്പോ കിട്ടിയതാ ഒരു മരുമകനെ. എന്നെ പറയാനാ, എന്റെ കാലക്കേട്. കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ. ഇവിടെ ആരാ ചോദിക്കാനും പറയാനും? ആണുങ്ങളുണ്ടോ? ആണായിട്ട് ഇവിടെ ഉള്ളവൻ ഇല്ലാത്തതിന് സമം. കള്ളുകുടിയനെയും പെണ്ണുപിടിയനെയും ഒക്കെ കുടുംബത്ത് പറഞ്ഞവര് വീട്ടിൽ കയറ്റുമോ? അവന്റെ സ്ഥിരം പരിപാടി ഏതൊക്കെ? എത്രാന്ന് വെച്ചാ സഹിക്കുക? അന്നേരമാ വേണ്ടിവൻ ഒരു ദിവസം ഇവിടെ ഇരുന്ന് കുടിയും കഴിഞ്ഞേച്ച് എന്റെ പെണ്ണിനെ കയറി പിടിച്ചു. നിങ്ങൾ ചൂല് വെച്ച് ഇവനെ തല്ലി, അതല്ലേ പറയാൻ വരുന്നേ? കുഞ്ഞച്ചൻ ഇടയിൽ കയറി. അയ്യോ, മുതലാളി അറിഞ്ഞായിരുന്നോ? അന്നക്കുട്ടി വല്ലാതായി. അറിഞ്ഞു, ഇവൻ തന്നെ വന്നു പറഞ്ഞതാ. ഇവൻ എന്റെ മകനാ? അന്നക്കുട്ടിക്ക് സ്തംഭനാവസ്ഥ. എല്ലാം ശ്രദ്ധിച്ചു നിന്നിരുന്ന ആനിയും ആലിസും അമ്പരപ്പോടെ എത്തി നോക്കി. പഴം വായിൽ നുണഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് അത് കിട്ടാതായപ്പോ കരയാൻ തുടങ്ങി. ആലീസ് പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് വീണ്ടും അകത്തേക്ക് കയറി. ഇത്തിരി കള്ളുകൂടി കൂടുതലാ ഇവന്, കുഞ്ഞച്ചൻ പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് ചൂലിന് അടി കിട്ടി. അയ്യോ അന്നക്കുട്ടി ഒന്ന് പരിങ്ങി. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ചൂലിന് കിട്ടിയ അടി ഒരു മരുന്നായിരുന്നു എന്ന് കണ്ടോ? ഇപ്പോ കള്ളു കണ്ടാലേ വലിയ ആർത്തിയൊന്നുമില്ല. അതിന് നിങ്ങളോട് നന്ദി പറയണമെന്ന് തോന്നി, അതാ വന്നത്. കാരണം ഇവനെന്റെ ഒറ്റ മോനാ. ഇത്തിരി ലാളിച്ചു. അതിന്റെ തെമ്മാടിത്തരം കയ്യിലുണ്ടായിരുന്നു. ഇപ്പോഴും റൗഡിസം തീരെ പോയിട്ടുമില്ല. അയ്യോ മുതലാളി, പെണ്ണിന്റെ കയ്യെ കയറി പിടിച്ചപ്പോ ഏത് തള്ളയായാലും നോക്കി നിൽക്കുവോ? അന്നക്കുട്ടി ന്യായീകരിച്ചു. അതില് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? കള്ളുകുടി ലെക്ക് വെട്ട് അവൻ പെണ്ണിനെ കയറി പിടിച്ചുകൊണ്ട് ഞാൻ അവനെ ശിക്ഷിച്ചിരിക്കാം. ആ പെണ്ണിന്റെ കൈകള് ഇനിയും പിടിച്ചോളാം, മിന്നു കെട്ടിയിട്ട്. എന്താ? നിന്റെ ഈശോയെ! അന്നക്കുട്ടി വായി തുറന്നപടി നിന്നുപോയി. ആലിസും ആനയും അമ്പരന്നു. എന്താ, സമ്മതമാണോ? കുഞ്ഞച്ചൻ വീണ്ടും ചോദിച്ചു. അന്നക്കുട്ടിക്ക് നാവ് പൊങ്ങിയില്ല. അല്ല, ഇനിയിപ്പോ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലേലും പെണ്ണിന് ഞങ്ങൾ എടുക്കും. ഞാൻ അന്വേഷിച്ചു, നല്ല ഒന്നാന്തര തയ്യൽക്കാരി. ഒരു കട അങ്ങ് ഞങ്ങളും തുടങ്ങും. അതൊരു നല്ല വരുമാന അല്ലയോ മുതലാളി? അന്നത്തേതിന് അരിഷ്ടിച്ച കഴിയുന്നേ ഒരു പൊന്നിന്റെ തരി പോലും ഇല്ല. ഞാൻ എന്താ പറയേണ്ടത്? അന്നക്കുട്ടി വിക്കി. വലിയവരുമായിട്ടുള്ള ബന്ധം എപ്പോഴും സങ്കടത്തിൽ അവസാനിക്കുന്നേ. വലിയടത്ത് ഒരുത്തനാ ഇപ്പോഴുള്ള എന്റെ മരുമോൻ. എന്നാ പറയാനാ? അണ്ണാക്കിൽ പൊഴുത്തതുപോലെ ആയിരിക്കുക, അത് പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം. ഞാനിത് ആലോചിക്കാൻ തന്നെ വന്നതാ. ഒരു പരിചയക്കാരനെ കണ്ട് തെല്ലു നിന്നു. ഇവൻ മുൻപോട്ട് പോന്നു, അത്രേ ഉള്ളൂ. ഒരു കാര്യം പറയാൻ പറ്റും. സ്ത്രീധനമോ പൊന്നോ എനിക്ക് പ്രശ്നമല്ല. എന്റെ മകനാണ് പ്രശ്നം. പെണ്ണും ചെറുക്കനും തമ്മിൽ ഇഷ്ടാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അന്നക്കുട്ടി അന്താളിച്ചു വീണ്ടും. നിങ്ങളുടെ പെണ്ണു കാരണം ഇവന്റെ കൂടി നിന്നു. അത് മാത്രം മതി ഞങ്ങൾക്ക്. കിട്ടുന്ന പൊന്നിനേക്കാളും പണത്തെക്കാളും ഞങ്ങൾ അതിന് വിലമതിക്കുന്നു. ഞാനുണ്ടാക്കിയ പണം ദൂർത്തടിക്കുക. ഇവന്റെ തള്ളയ്ക്ക് കണ്ണീര് തോരുകയില്ല. ഇതായിരുന്നു സ്ഥിതി. ഇപ്പോ എല്ലാം ശരിയായിരിക്കുന്നു. ഒരു കാര്യം തീർത്തു പറയാം. മറ്റേത് ബന്ധുത നിങ്ങൾക്ക് ബുദ്ധിമുട്ടിലാക്കിയാലും ചിറ്റാട്ടുകാരുമായുള്ള ബന്ധം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. ഞാനാണ് ഉറപ്പ്. പോരെ? അന്നക്കുട്ടി തലയാട്ടിപ്പോയി. വീണ വന്നപ്പോ അന്നക്കുട്ടി ചോദ്യം ചെയ്തു. ഡാനിയലും അപ്പനും വന്നിരുന്നു എന്നറിഞ്ഞപ്പോ അവളുടെ കണ്ണുകൾ തിളങ്ങി. മുക്കി മോളി അവൾ കാര്യം സമ്മതിച്ചു. ഒരുത്തന്റെ പുറകെ നടന്ന് ഒപ്പിച്ച ബന്ധമാ. ഇപ്പൊ കണ്ടില്ലേ? ഇനി നീ എന്നതാ ഒപ്പിക്കാൻ പോണത് ആർക്കറിയാം? വീണ മിണ്ടിയില്ല. ഇതിലപ്പുറം ഇനി എന്നെ ഉണ്ടായാനാ അല്ലേ? ഇനി എന്തുണ്ടായാലും എന്താ? അന്നക്കുട്ടി സ്വയം സമാധാനിച്ചു. പിന്നെ പറഞ്ഞു, ഒരു കാര്യം എല്ലാവരും ഓർത്തോണം. ഇക്കാര്യം ജോയിക്കുട്ടി അറിയരുത്. ആലീസ് ദയനീയമായി നോക്കി. വേണ്ട, അവൻ അറിയണ്ട. സമയമാകുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. ആരും മറുപടി പറഞ്ഞില്ല. എല്ലാവരും അത് അംഗീകരിച്ച മട്ടായിരുന്നു. കുഞ്ഞച്ചൻ വന്നിട്ട് പോയതിന്റെ 3-ാം ആഴ്ചയിലാണ് ജോയിക്കുട്ടി ആ വിവരം അറിയുന്നത്. അതും ആ വീട്ടിൽ ആരും പറഞ്ഞതുമല്ല. കുഞ്ഞച്ചന്റെ വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെയോ പൊട്ടിപ്പുറപ്പെട്ട വഴി ജോയിക്കുട്ടിയുടെ കാതിലും എത്തി. മനഃപൂർവ്വമാണ് ആരും പറയാതിരുന്നതെന്ന് അവന് മനസ്സിലായി. ഒന്നും പറയാതിരിക്കുക, ഒരുക്കങ്ങൾ നടത്തുക, സമയമാകുമ്പോ പറയുക. ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമല്ലോ. ജോയിക്കുട്ടി പല്ലുകൾ കടിച്ചു പിടിച്ചു. പാളിത്തെങ്കിലെ ജോയിക്കുട്ടി വെറും വിഡ്ഢിയാണല്ലേ? കാണിച്ചു കൊടുക്കാം. പ്രിയണി എന്ന കൊതിപ്പിക്കുന്ന സൗന്ദര്യത്തെ ഒന്ന് തൊട്ടനുഭവിക്കാതെ ഒരുത്തന് കൊടുക്കുന്ന പ്രശ്നമില്ല. ജോയിക്കുട്ടി അവസരം കാത്തുകാത്തിരുന്നു. ഒരു ഞായറാഴ്ച അന്നക്കുട്ടി പള്ളിയിൽ പോയി. റീന കുളിച്ച് പള്ളിയിൽ പോകാൻ ഒരുങ്ങുകയാണ്. അവൾക്കടുത്ത് കുഞ്ഞു കിടന്നുറങ്ങുന്നു. ആലിസും ആനയും ആറ്റുകരയിൽ തുണി കഴുകാനും
കുളിക്കാനും പോയിരിക്കുന്നു. അവർ വന്നിട്ട് റീന പോകൂ. ആനി ചേച്ചിയും പള്ളിയിൽ വരുന്നുണ്ട് അത്രേ. ജോയിക്കുട്ടി രാവിലെ കാറുമായി എവിടേക്കോ പോയി കഴിഞ്ഞിരുന്നു. പോയ വഴിക്ക് കുറച്ച് മാട്ടിറച്ചി കിട്ടി. കുറച്ചു നാളായി വാങ്ങിയിട്ട്. അത് വാങ്ങി തിരിച്ചു വന്നപ്പോഴാണ് അവൻ അറിഞ്ഞത് കൂട്ടിൽ കിളി ഒറ്റയ്ക്കാണ്. തുള്ളി ചാടാൻ തോന്നി. അടുക്കളയിലായിരുന്നു റീന. പതുങ്ങി അടുക്കളയിലേക്ക് കടന്ന് അവൻ വാതിലടച്ചു. റീന നടുങ്ങിപ്പോയി. ആ ഒരു വിപത്ത് അപ്പോൾ ഉണ്ടാകുമെന്നവൾ തീരെ പ്രതീക്ഷിച്ചതല്ല. എന്റെ അടുത്ത് വരരുത്, എന്നെ തൊടരുത്, റീന പറഞ്ഞു. ഇല്ലടി, നിന്നെ തൊടുകയല്ല, ജോയ്ക്കുട്ടി പരിഹസിച്ചു. നിന്നെ ഞാൻ തൊണ്ടയിൽ തൊടാതെ വിഴുങ്ങിയുള്ളൂ. അവൻ ചെല്ലുന്നതിനനുസരിച്ച് അവൾ നീങ്ങി. റീന ഒറ്റച്ചാട്ടത്തിന് വെട്ടുകത്തി എത്തി നിന്ന് എടുത്തു. തൊട്ടാ ഞാൻ കൈ വെട്ടും, അല്ലെങ്കിൽ കൊല്ലും, അവൾ ചീറി. അടുത്തു വരരുത്. റീനയുടെ ആ അതിസാമർത്ഥ്യം ജോയ്ക്കുട്ടിയെ തെല്ല് പരിഭ്രമിച്ചു. വെട്ടുകത്തി താഴെ ഇടുവിക്കാൻ എന്താണ് വഴി? ആലോചിച്ചുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് നീങ്ങി. അടുത്തെത്തിയതും അവൾ വെട്ടുകത്തി വീശി. ജോയ്ക്കുട്ടി കരുതലോടെയായിരുന്നു ചുവട് വെച്ചത്. ആ കൈയിന്മേൽ തന്നെ പിടിച്ചു തിരിച്ചു. വെട്ടുകത്തി വിടുവിക്കാൻ ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിക്കാനും അവൻ ശ്രമിച്ചു. നീ അങ്ങനെ രക്ഷപ്പെടണ്ടടി. ജോയ്ക്കുട്ടി ആളാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടി. വിടാനല്ലേ പറഞ്ഞത്, ഉച്ചത്തിൽ പറഞ്ഞവൾ കുതറി. പെട്ടെന്നായിരുന്നു അത്. അടുക്കളയുടെ പിന്നാമ്പുറത്തേക്കുള്ള വാതിൽ മലർക്കെ തുറന്നു. അവിടെ സംഹാരരുദ്രയെ പോലെ ആനി, പിന്നിൽ ആലിസും. ആനി ഒരു കുതിപ്പിന് അവർക്ക് മുന്നിലെത്തി. അസാധാരണ ശക്തിയോടെ അവനെ പിന്നിലേക്ക് പിടിച്ചു തള്ളി. ദുഷ്ട, നീ പിശാചാണ്, രക്തം കുടിക്കുന്ന പിശാച്. നിന്റെ വലയിൽ വീഴാൻ ഇനി അവളേ ഉള്ളൂ. അവളെയും കൂടി ചതിച്ച് നശിപ്പിക്കാൻ ഞാൻ ജീവിച്ചിരിക്കെ സമ്മതിക്കില്ലടാ. ആനി ശക്തമായി കിതച്ചു. ആലീസ് ആ വാക്കുകളെ ഉരുവിട്ടു. നിന്റെ വലയിൽ വീഴാൻ ഇനി അവളേ ഉള്ളൂ എന്ന്. അതിനർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം? ആലീസ് ആനിയെ തുറച്ചു നോക്കി. ഒരു സ്തംഭനാവസ്ഥ. പിന്നെ ഉയർന്നു കേട്ടത് ആനിയുടെ നെഞ്ച് പൊട്ടിപ്പിളർന്ന് പുറത്തു വന്ന നിലവിളിയായിരുന്നു. റീനയും കേട്ടു ആനിയുടെ വാക്കുകൾ. അവളും പെട്ടെന്ന് അതിന്റെ അർത്ഥം ഗ്രഹിച്ചിരുന്നു. അവളും ചേച്ചിയെ തുറച്ചു നോക്കി. ജോയ്ക്കുട്ടി അഴിഞ്ഞുപോയ മുണ്ട് സാമാന്യത്തിലധികം ഉയർത്തി മടക്കി കുത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. മുറ്റത്തവൻ കാറ് തുപ്പി. അവിടെ നിന്ന് ഒരു സിഗരറ്റ് കത്തിച്ച് പുകവിട്ടു. പിന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ കാർ സ്റ്റാർട്ട് ചെയ്ത് പാഞ്ഞുപോയി. ആലീസും റീനയും ആനിയെ തുറച്ചു നോക്കിയപടി നിന്നു. ഒടുവിൽ റീനയാണ് ആദ്യം ശബ്ദം വീണ്ടെടുത്തത്. ആനി ചേച്ചി എന്നതാ പറഞ്ഞത്? ആ ദുഷ്ടൻ ആനി ചേച്ചിയെ പറയേ. ആനി മിണ്ടിയില്ല. എന്താ മിണ്ടാത്തത്? റീന ചോദിച്ചത് കേട്ടിട്ടില്ലേ? ആനിയും ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ വല്ലാത്ത ദേഷ്യവും കുറ്റപ്പെടുത്തലും ഉണ്ടായിരുന്നു. എന്താ അറിയേണ്ടത്? ഒരു പൊട്ടിത്തെറി പോലെ ആനി അവർക്ക് നേരെ ചാടി. എന്താ അറിയേണ്ടതെന്ന്? ആനിയുടെ കണ്ണുകൾ തുറച്ചുന്തി. ഒന്നും അറിയാനില്ലേ? ആനി ചോദിച്ചു. എന്തോ ഞാൻ പറഞ്ഞു അയാളെ ഓടിക്കാൻ. അതിന് നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന്? ഇരുവരും മിണ്ടിയില്ല. ആനി ഇരുവരെയും തുറച്ചു നോക്കി. നിങ്ങൾ സുന്ദരിമാരായ രണ്ട് അനിയത്തിമാർ, ഞാനോ ഉണങ്ങി വരേണ്ട ഒരു എല്ലും കൂടെ, മരണത്തെ കാത്തിരിക്കുന്നവൾ. നിങ്ങൾ ജീവിതം തേടി പരക്കം പായുന്നു, ഞാൻ മരണത്തെ തേടുന്നു. എന്നിട്ടും സൗകര്യമില്ല ഒരു നിമിഷം പോലും. പറ്റുമോ ഇത്തിരി വിഷം ഒഴിച്ചു തരാൻ? രണ്ടുപേരും കൂടി ചെയ്താ. ആനി പെട്ടെന്ന് നല്ല വസ്ത്രം ഉടുത്തു പള്ളിയിലേക്ക് പോയി. റീനയെ വിളിക്കാതെ അവരുടെ നാവിനെ അടക്കാൻ മുട്ടാപ്പോക്ക് പറഞ്ഞു. പക്ഷെ പ്രശ്നം അവിടെ കൊണ്ട് തീരുകയില്ലല്ലോ. മുഖം ഒളിക്കാൻ വേണ്ടിയായിരുന്നു ആ പോക്ക്. റീനയ്ക്ക് പക്ഷെ ആനി പറഞ്ഞത് വിശ്വാസമായില്ല. അവൾ അകത്തേക്ക് കയറി. ആനിയുടെ കൊച്ചു കാൽപ്പെട്ടി അവൾ വലിച്ചിളക്കി. ആരും ഒരിക്കലും അത് തുറന്നും നോക്കാറില്ല. ആനിയുടെ മരുന്നും മറ്റുമാണ് അതിൽ. അതുകൊണ്ടാണ് നോക്കാത്തതും. പക്ഷെ റീനയ്ക്കിപ്പോ വല്ലാത്ത സംശയം. അവൾ അത് തുറക്കുക തന്നെ ചെയ്തു. മുകളിൽ ആനിയുടെ ഉടുതുണികൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നു. അവയ്ക്കിടയിൽ റീന മനോഹരമായ പട്ടുസാരി വലിച്ചെടുത്തു. ഉടുത്തു ചുളിവ് വീണ ആ സാരി ചുരുട്ടിക്കുട്ടി പെട്ടിക്കുള്ളിലിട്ടിരിക്കുന്നു. വില കൂടിയത്. റീന ആലിസിനെ നോക്കി. ആലിസ് അതിലേക്ക് തുറച്ചു നോക്കി. ഇത്രയും വില കൂടിയ സാരി ആനി ചേച്ചിക്ക് ആര് വാങ്ങിക്കൊടുത്തു? ഒരേ ഒരാളെ കൊടുക്കൂ. ആ സാരി രഹസ്യമായി കിട്ടിയതാണ്, അതുകൊണ്ട് അത് സൂക്ഷിക്കുന്നു. റീന പിന്നെയും സാധനങ്ങൾ അതിനുള്ളിൽ നിന്നും പെറുക്കി നിരത്തി. പൗഡർ, പെർഫ്യൂം, ബ്ലൗസ് പീസുകൾ, കുപ്പിവളകൾ, സ്ലൈഡുകൾ, എല്ലാം വില കൂടിയവ. ഒരു കടലാസ് പൊതി കൂടി കണ്ടു റീന. അത് തുറന്നു നോക്കി. റീന വലിച്ചെടുത്ത 2 പവന്റെ മാല. ജോയ്ക്കുട്ടി ഇടിച്ച് ചളുക്കി വലിച്ചെറിഞ്ഞ ആ മാല ഭദ്രമായി ആനി ചേച്ചിയുടെ പെട്ടിക്കുള്ളിൽ. എന്നോട് ആനി ചേച്ചി കള്ളം പറഞ്ഞു, റീന അമർഷത്തോടെ തുടർന്നു. നമ്മൾ ആശുപത്രിയിലായിരുന്നപ്പോ ആനി ചേച്ചി അയലോക്കത്തും കടന്നുവെന്ന്.
ആലീസ് ശക്തമായി നടുങ്ങിപ്പോയി. പക്ഷെ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടില്ലേ പാരിതോഷികങ്ങള് എത്ര തരത്തിലാണെന്ന് റീന പുച്ഛത്തോടെ ചോദിച്ചു. ആലി ചേച്ചിക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ അയാള് ഇത്തരം സാധനങ്ങള്? ഒരിക്കലെങ്കിലും. ആലീസ് കരച്ചിലോടെ തിരിഞ്ഞോടി. എന്തിനു കൊള്ളാം കരയാനല്ലാതെ. റീന പറഞ്ഞതും തിരിഞ്ഞു നോക്കിയത് അന്നക്കുട്ടിയുടെ മുഖത്ത്. അവളും കണ്ടു താഴെ കിടക്കുന്ന സാധനങ്ങൾ. അവർ നെഞ്ചത്ത് കൈവച്ചു. ഈ പെൺപിള്ളാരെ അറിഞ്ഞോ? ആ സത്യം എങ്ങനെ അറിഞ്ഞു? ആലിസ് അറിഞ്ഞോ? അമ്മച്ചിക്ക് എന്താ ഒരു നടുക്കമില്ലാത്തത്? റീന കർക്കശമായി ചുമച്ചു. എന്റെ നടുക്കവും സങ്കടവും ഒക്കെ എന്നേ കഴിഞ്ഞതാ. ചാകാൻ കഴിയുന്നില്ലല്ലോ ഈശോയെ, അത് മാത്രം ഇപ്പോൾ എന്റെ സങ്കടം. ഓഹോ, അപ്പൊ അമ്മച്ചി അറിഞ്ഞിട്ടുണ്ട് അല്ലേ? എന്റെ ഊര് ശപിക്കപ്പെട്ടതായി പോയി പെണ്ണെ, ഞാൻ അറിയാതിരിക്കുന്നത് എങ്ങനാ? അവർ തറയിൽ തളർന്നിരുന്നു. റീന അതെല്ലാം വാരി പഴയതുപോലെ പെട്ടിക്കുള്ളിൽ വെച്ചു, പിന്നെ അടച്ചു. ഒരു പെണ്ണിനെ കൊടുത്തുള്ളൂ, റീന കർക്കശമായി തന്നെ പറഞ്ഞു. രണ്ടാമത്തവളെയും കയറി പിടിച്ചപ്പോ അമ്മച്ചിക്ക് വിലക്കാമായിരുന്നു. ഞാൻ ആരെയാ പെണ്ണെ വിലക്കേണ്ടത്? അവനെയോ അതോ അവളെയോ? എന്റെ കുട്ടി മനസ്സുമുട്ടലോട് ചോദിച്ചുപോയി. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? അയാളെ മാത്രം എന്തിനു കുറ്റം പറയണം? ഇവരുള്ളവർ തയ്യാറാണെങ്കിൽ ഇവിടുത്തെ 3 പേരും അയാളുടെ ഭാര്യയാണെന്ന് കേൾവിയും. എതിർത്തത് ഞാൻ മാത്രം, വെട്ടുകത്തിയുമായി കിടന്നുറങ്ങേണ്ടതും ഞാൻ മാത്രം. അമ്മച്ചിക്ക് അറിയാവോ, തക്കം പാർത്തിരിക്കുകയാണ് അയാള്. ഇവര് രണ്ടുപേരും കുളിയും കഴിഞ്ഞ് വന്നില്ലായിരുന്നെങ്കിൽ ഈ അടുക്കളയിൽ ഇന്ന് ഞാൻ അയാളുടെ തല എരിഞ്ഞിട്ടേനെ. അല്ലെങ്കിൽ ഞാൻ സ്വയം ജീവനൊടുക്കും. ജീവനോട് അയാൾക്ക് കീഴടങ്ങാൻ റീനയെ കിട്ടത്തില്ല. അന്നക്കുട്ടി ചെവി പൊത്തിപ്പിടിച്ച് അങ്ങനെയിരുന്നു. എടുത്തതുപോലെ പെട്ടിയിൽ സാധനങ്ങൾ തിരികെ വെച്ച് അടച്ചു. എങ്കിലും പള്ളിയിൽ നിന്ന് തിരിച്ചു വന്ന ആനിക്കത് മനസ്സിലായി. ഓരോ ദിവസത്തെയും കണക്ക് തീർത്ത് ജോയ്ക്കുട്ടി തന്ന സാധനങ്ങൾ. ആരാണ് ഈ പെട്ടി തുറന്നത്? അങ്ങനെ ഒന്ന് ചോദിക്കാൻ പോലും കഴിഞ്ഞില്ല. തന്റെ കള്ളത്തരം അവര് മനസ്സിലാക്കി എന്നവൾ അറിഞ്ഞു. അതോടെ ആനയുടെ കണ്ണുകൾ തോരാതായി. ആലീസും റീനയും അവളെ വെറുപ്പോടെ നോക്കി. അന്നക്കുട്ടിക്ക് നേരത്തെ തന്നെ അവളോട് ദേഷ്യമായിരുന്നു. ആ വീട്ടിലുള്ളവർ ഒന്നാകെ അവളെ വെറുത്തു. കുഞ്ഞിനെ എടുക്കാൻ കൈനീട്ടി അവളെ ആലീസ് പകയോടെ നോക്കി. കുഞ്ഞിനെ കൊടുത്തതുമില്ല. എനിക്ക് അമ്മച്ചിയോടുള്ളതിനേക്കാൾ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു നിങ്ങളോട്, വല്ലാത്ത ദേഷ്യത്തോടെ അവൾ പറഞ്ഞു. പക്ഷേ ഞാൻ ആശുപത്രിയിൽ മരണത്തെ മുഖാമുഖം കണ്ടു കിടന്ന സമയത്ത് നിങ്ങൾ എന്റെ ഭർത്താവും മൂത്ത് ഇവിടെ. ചി, നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം. ആനി പിന്തിരിഞ്ഞു. ആ വീട്ടിലുള്ള സർവ്വരാലും വെറുക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും ആനി കഴിഞ്ഞു. ഓരോ ദിവസവും അവൾ മുറ്റത്തോ പരിയത്തോ എപ്പോഴും ഇരുന്നു, ഒരു പ്രതിമയെ പോലെ. ആ പ്രതിമ എപ്പോഴും തേങ്ങിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും ആ കണ്ണുകൾ കവിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരും അവളെ മരുന്ന് കഴിക്കാനോ ആഹാരം കഴിക്കാനോ നിർബന്ധിച്ചില്ല. വേണമെങ്കിൽ വന്ന് കഴിക്ക്, അന്നക്കുട്ടി പറയും. എന്നാത്തിന് ഈ തപസ്? ആരെ കാണിക്കാനാ? റീനയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ്. ഇനി കാത്തിരുന്നോ, അവസരം വരും. ആ മനുഷ്യൻ ഇനി എന്നെ കൊല്ലാക്കൊല ചെയ്യും. അന്നേരം രണ്ടുപേർക്കൂടെ ഇനി ആഘോഷിക്കാം. ആലീസിന് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ആനി എല്ലാം കേട്ടു. ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. അവൾ രാവിലെയും വൈകിട്ടും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയോ? സ്വന്തം സമാധാനത്തിനോ പാപപരിഹാരത്തിനോ? എന്തായാലും വെറുക്കപ്പെട്ട ഒരു അധികപ്പറ്റായി അവൾ ആ വീടിന്റെ മൂലയിലോ വരാതയിലോ ചുരുണ്ടുകൂടി. ഒരു ദിവസം അന്നക്കുട്ടിയുടെ മുമ്പിൽ അവൾ ഇരുന്നു, കുമ്പസാരക്കൂടിന്റെ മുൻപിൽ എന്നതുപോലെ. എല്ലാവരും എന്നെ പഴിച്ചു, അമ്മച്ചി പോലും. എന്റെ ഭാഗത്തും തെറ്റുണ്ട് അമ്മച്ചി. എന്നാലും അമ്മച്ചി എങ്കിലും എന്നെ വിശ്വസിക്കണം, മനസ്സിലാക്കണം. മനഃപൂർവ്വം ഒന്നും ഞാൻ തട്ടിയെടുത്തിട്ടില്ല. അന്നക്കുട്ടി അവളെ തുറച്ചു നോക്കി. ആലിസിന്റെ കെട്ടിയവനെ ഞാൻ ആഗ്രഹിച്ചതല്ല. ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ അച്ചാമ്മ ചേച്ചിയുടെ വീട്ടിലെ കിടന്നതും. പക്ഷെങ്കില് ഒരു ദിവസം ഞാൻ കുളിച്ചോണ്ട് നിൽക്കുമ്പോ മറപ്പുരയിൽ വെച്ച് പകല് ആണി കരച്ചിലൊതുക്കി. ഞാൻ കുറെ എതിർത്തു, പിന്നെ കഴിഞ്ഞില്ല അമ്മച്ചി. എന്റേതും പെഞ്ചമ്മ ആയിപ്പോയില്ലേ. വിളിച്ചു പോയി ആളെ കൂട്ടാൻ കഴിഞ്ഞില്ല. പിന്നെ പിന്നെ ആരെ പേടിക്കാൻ? എന്തിനെ പേടിക്കാൻ? സൂക്ഷിച്ചു വെക്കാൻ ഒന്നുമില്ലാതായ പിന്നെ എന്തിന് അയലോക്കത്ത് പോകണം? ഞാൻ പോയില്ല. ഇവിടെ കഴിഞ്ഞു. ഓരോ ദിവസവും ആ മനുഷ്യൻ വന്നു, ഓരോന്നൊക്കെ എനിക്ക് വാങ്ങി തന്നു. ഞാൻ കൊതിച്ചത് വിരലിൽ എണ്ണാൻ പറ്റുന്ന ആ ദിവസങ്ങളിലെ ജീവിതമായിരുന്നു. പക്ഷേ അയാൾ കണക്ക് പറഞ്ഞു. അയാൾക്ക് ഞാൻ ഒരു ഇടത്താവളത്തിലെ പിലിപ്പെണ്ണ് മാത്രമായിരുന്നു അമ്മച്ചി. ആനി ഏങ്ങളടിച്ച് കരഞ്ഞു. അന്നക്കുട്ടിയുടെ കണ്ണിലും നീർ പൊടിഞ്ഞു. ആലിസും റീനയും എല്ലാം കേട്ടു. പൂർണ്ണമായി ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചേച്ചിയോട് തോന്നിയിരുന്ന വെറുപ്പിന് കട്ടി കുറഞ്ഞു എന്നവർ മനസ്സിലാക്കി. രാത്രിയിൽ ഊണ് കഴിക്കാൻ അന്നക്കുട്ടി അവളെ വിളിച്ചു. ആനി എണീറ്റ് വന്നു. അവർക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചു.
തെല്ല് സമാധാനം കഴിയുന്നത് പോലെ എല്ലാവരും ഒന്ന് നിശ്വസിച്ചു. പിറ്റേന്ന് പുലർച്ച ആനി കിടന്നിരുന്നിടം ശൂന്യം. അടുക്കളയിലും വീട്ടുമുറ്റത്തും പറമ്പിലും അയൽവക്കത്തും ആനയില്ലെന്ന് ശക്തമായ നടുക്കത്തോടെ അവരറിഞ്ഞു. അവിടെ നിന്ന് പെണ്ണുങ്ങളുടെ അലമുറ ഉയർന്നു. ആൾക്കാർ നാലുപാടും തെരഞ്ഞു. പോലീസിൽ പരാതി അറിയിച്ചു. എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയതാണോ? അന്നക്കുട്ടി നെഞ്ചത്തലച്ചും കരഞ്ഞും അർദ്ധബോധാവസ്ഥയിൽ കിടന്നു. ജോയ്ക്കുട്ടിയുടെ കാറും മുറ്റത്ത് അനങ്ങാതെ കിടന്നു. അവനെ ആ വീട്ടിലുള്ളവർ ആരും തന്നെ ശ്രദ്ധിച്ചതുമില്ല. അന്ന് രാത്രി വരെയും അന്വേഷണം നടന്നു. ഒരു ഫലവും ഉണ്ടായില്ല. പുലർച്ചെ വീണ്ടും അന്വേഷണം നടന്നു. അന്നും പകലും ആനയെക്കുറിച്ച് വിവരം ഒന്നും കിട്ടിയില്ല. മൂന്നാം ദിവസം പുലർച്ചെ ആറ്റുകടവിൽ നിന്നാണ് വാർത്ത പരന്നത്. വള്ളത്തിൽ പോയ ആരോ ആണ് കണ്ടതും. ഒരു പെണ്ണിന്റെ മുടി കുറേയേറെ വെള്ളത്തിനു മുകളിൽ. ആളുകൾ പാഞ്ഞു. പോലീസ് എത്തി പരിശോധിച്ചു. വെള്ളത്തിനടിയിൽ നിൽക്കുകയാണ്. പൊക്കിയെടുത്തു. കാലിൽ വലിയ കല്ല് കെട്ടിയിരിക്കുന്നു. കല്ലിൽ നിന്ന് കെട്ടിവിടാതിരുന്നതിനാണ് ശവം നിൽക്കുന്നത് പോലെ കണ്ടത്. എനിക്ക് നന്നായി നീന്തലറിയാം. എടുത്തു ചാടിയാലും മരിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് ബോധ്യം വന്നിരിക്കാം. അതാണ് അവൾ കല്ല് കാലിൽ ബലമായി കെട്ടിയത്. മരണത്തിന്റെ അവസാന നിമിഷത്തിൽ ശക്തമായി ആഗ്രഹിച്ച് കുതറിയാൽ പോലും രക്ഷപ്പെടാൻ പാടില്ല എന്നവൾ കരുതിയിരിക്കണം. പക്ഷെ ഒരു ചെറിയ കുറിപ്പ് പോലും അവൾ എഴുതി വെച്ചിരുന്നില്ല. ആത്മഹത്യയോ കൊലപാതകമോ എന്ന് എങ്ങനെ തീർച്ചപ്പെടുത്തും? കാലിൽ കല്ല് കെട്ടി അവളെ ഒരാൾക്ക് എടുത്തെറിയാനും കഴിയുമല്ലോ. ഒന്നുകിൽ മരിക്കും മുമ്പ്, അല്ലെങ്കിൽ കൊന്നതിനു ശേഷം. അന്നക്കുട്ടി അലമുറയോടെ ആറ്റത്തീരത്തേക്ക് പാഞ്ഞു വന്നു. പക്ഷെ സ്ഥലത്തെത്തും മുൻപ് അവർ ബോധം കെട്ട് വീണു. ആലിസും റീനയും എത്തി. അവർ കണ്ടു കാലിന്മേൽ ബലമായി കെട്ടിയുറപ്പിച്ച വലിയ കല്ല്. മരണവുമായി എന്നും മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ആ എല്ലിച്ച ശരീരം. മരണത്തെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ആനി ചേച്ചി. ഒരു പിശാച് വീടിനുള്ളിൽ കടന്നിരിക്കുന്നു. ഓരോരുത്തരെയായി കൊല്ലുന്നു. ഇനിയത്തെ ഊഴം ആർക്കാണ്? പോലീസ് മഹസർ എഴുതി. കുറെ പേരെ ചോദ്യം ചെയ്തു. ആനിയുടെ വിറങ്ങലിച്ച ശരീരത്തിൽ നിന്ന് കല്ല് വേർപെടുത്തി. പിന്നെ ജീപ്പിലെടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ശരീരം വെട്ടിക്കീറാൻ. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ നടക്കുന്ന ഒരു വലിയ സത്യം അറിഞ്ഞു. ആനി 2 മാസം ഗർഭിണിയാണ്. ശവം കുറ്റിക്കാട്ട് മുറ്റത്ത് കൊണ്ടുവരുന്നതിന് മുമ്പേ തന്നെ ആ വാർത്ത നാടാകെ പരന്നു കഴിഞ്ഞിരുന്നു. കുറ്റിക്കാട്ട് ആ കൊച്ചു വീടിനും അതിനുള്ളിലെ പാവം പെണ്ണുങ്ങൾക്കും താങ്ങാനാവാത്ത ഒരാഘാതം കൂടിയായിരുന്നു ആ വാർത്ത. 3 പേരും എന്റെ ഭാര്യമാര് തന്നെയാ. 3 പേരും എന്റെ കൂടെയാ. ജോയ്ക്കുട്ടി ഷാപ്പിലിരുന്നും അല്ലാതെയും 4 പേര് കൂടുന്നിടത്തും വെച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ചിലരത് വിശ്വസിച്ചു. വിശ്വസിക്കാത്തവരും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. അന്നക്കുട്ടിയുടെ പെമ്പിള്ളേര് അത്തരക്കാരല്ല എന്നും അന്നക്കുട്ടി അങ്ങനെയുള്ള കാര്യത്തിന് കൂട്ടുനിൽക്കില്ല എന്നുമാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴോ? മരണക്കുഴിയിലേക്ക് വീഴാൻ കാലിടറി നിന്നിരുന്ന ഒരു എല്ലിൻ കൂടാണ് ആനി. ജോയ്ക്കുട്ടി എന്ന മനുഷ്യൻ അവളെ വെറുതെ വിട്ടില്ല എങ്കിൽ ആപ്പിൾ പോലെ തൊടുത്ത റീനയെ അയാൾ വെറുതെ വിട്ടിരിക്കുമോ? ഇല്ല, വിട്ടിരിക്കാൻ സാധ്യതയില്ല. ശവസംസ്കാരത്തിനായി എത്തിയിരുന്ന എല്ലാവരിലും ആ സംശയം മുനയോടെ ഉയർന്നു നിന്നിരുന്നു. എല്ലാവരുടെയും സംശയിക്കുന്ന കണ്ണുകൾ ഒരു തരം തുറച്ചു നോട്ടം പോലെ റീനയെ തൊട്ടൊഴുകുകയായിരുന്നു. ഇത്തരം ഒരുത്തിനെയും കൊണ്ട് ഈ പെണ്ണെന്തിന് ഇവിടെ കിടക്കുന്നു? വല്ല വീടും വാടകയ്ക്ക് എടുത്ത് പോകാൻ വയ്യേ? ചിലർ ആലീസിനെ കുറ്റപ്പെടുത്തി. ഈ തള്ള എന്തിനാ ഇതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നത്? അന്നക്കുട്ടിയെയും ആരും വെറുതെ വിട്ടില്ല. ഭ്രാന്ത് പിടിച്ച് ചങ്ങലിൽ കിടന്നിരുന്ന ഭർത്താവിനെ യാതൊരു അവമനസ്സവും കൂടാതെ ചികിത്സിച്ചിരുന്ന അന്നക്കുട്ടി നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. 3 പെൺമക്കളും ഭ്രാന്തനായ ഭർത്താവിന്റെ ഒടുങ്ങാത്ത വിശപ്പിനു വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന അന്നക്കുട്ടിക്ക് ത്യാഗിനിയുടെ പരിവേഷമുണ്ടായിരുന്നു അവർക്കിടയിൽ. അമ്മയുടെ വാക്കും പ്രവൃത്തിയും അനുസരിച്ച് ചൊല്ലുവിളിയിൽ വളർന്ന ദൈവഭയമുള്ള നല്ല പെൺകുട്ടികളായിരുന്നു ആ 3 പേരും. ഇപ്പൊ പക്ഷെ ആ സൽപ്പേരും നല്ല ചിത്രങ്ങളും മാഞ്ഞു പോയിരിക്കുന്നു. പകരം കുറ്റപ്പെടുത്തലിന്റെയും പരിഹാസത്തിന്റെയും മുഖങ്ങൾ മാത്രം. അതെ, എല്ലാവരും ഐക്യകണ്ഠേന ഒരു കാര്യം സമ്മതിച്ചു. 3 പേരും ജോയ്ക്കുട്ടിയുടെ ഭാര്യമാർ തന്നെയാണ്. ആ ധാരണ രഹസ്യമായിട്ടാണ് എല്ലാവരും സൂക്ഷിച്ചത്. എല്ലാവരും അറിഞ്ഞ രഹസ്യം. അത് രഹസ്യമാണോ? 3-4 ദിവസത്തേക്ക് തയ്യൽക്കടയിൽ പോകാൻ റീനയ്ക്ക് കഴിഞ്ഞില്ല. 5-ാം ദിവസം ചെന്നപ്പോ വൈദ്യ ചോദിച്ചു, കേട്ടതൊക്കെ നേരാണോ റീനെ? അവൾ ഇപ്പോൾ കരയുമെന്ന മട്ടിലായിരുന്നു. അല്ല, അവന്റെ കസ്റ്റഡിയിലാ 3 പേരും എന്നോ മറ്റൊക്കെ കേട്ടു. റീന തയ്ക്കുന്ന കടയുടെ ഉടമയാണ് വറീദ്. 4 പേർ അപമര്യാദയായി ഒന്നും റീനയോട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ അയാൾക്ക് വ്യത്യാസം വന്നിരിക്കുന്നു. വല്ലാത്ത നോട്ടം, മുന വെച്ച സംസാരം, അടുത്തുകൂടെ കടന്നു പോകുമ്പോ അറിയാതെ എന്നോണം മുട്ടുകയും തട്ടുകയും ചെയ്യുക, തയ്ച്ചുകൊണ്ടിരിക്കുമ്പോ വന്ന് ചേർന്ന് നിൽക്കുക. വീട്ടിലിരിക്കുന്നത് റീന ഭയന്നായിരുന്നു. ഇവിടെ വരുമ്പോഴായിരുന്നു ആശ്വാസം. പക്ഷെ ഇവിടെയും തീക്കുണ്ടമാകുന്നു. ആനയുടെ മരണവും ഗർഭവും റീനയ്ക്ക് കൊടുത്തിരിക്കുന്നത് അത്തരം ഒരു നിറമാണ്. ജോയ്ക്കുട്ടിയുടെ 3-ാം ഭാര്യ.
അതാണ് അവൾക്കുള്ള സ്ഥാനം. വറീദിന്റെ ശല്യം ഓരോ ദിവസവും കൂടിക്കൂടി വന്നതേയുള്ളൂ. റീന അപ്പോൾ സത്യമായി ആഗ്രഹിച്ചു, ദാനിയേൽ വന്നൊന്ന് വിളിച്ചെങ്കിൽ വീട്ടിലെ അഗ്നികുട്ടത്തിൽ നിന്ന് ഏത് നിമിഷവും രക്ഷപ്പെടാനാണ് അവൾക്കിപ്പോ ത്വര. പക്ഷേ അവനെ ഇപ്പൊ കാണാറേയില്ല. ദാനിയേലെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. ഒരു ദിവസം കാണുക തന്നെ ചെയ്തു. അവൾ പോകുന്ന വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവൻ. ദൂരെ വെച്ച് അവൾ കണ്ടു ആ നിൽപ്പ്. പറന്ന് അവന്റെ ചാരത്തണയാൻ മനസ്സ് വെമ്പി. അവളെ തീകുണ്ടത്തിൽ നിന്ന് കോരിയെടുത്ത് ശീതളമയുടെ താഴ്വരയിൽ കിടത്തി വെഞ്ചാമരം വീശുന്ന കൈകളാണ് അവന്റേത്. പക്ഷെ അടുത്തെത്തിയപ്പോൾ അവൾ അറിഞ്ഞു, തന്നെ കാണാനുള്ള ത്വരയോ പരിചിതമായ തിളക്കമോ ആ കണ്ണുകളിൽ ഇല്ലെന്ന്. അവളിൽ ഉത്കണ്ഠ പെരുകി. എന്ത് പറ്റി? റീന ചോദിച്ചു. അവൾക്ക് വല്ലാത്ത ഹൃദയമിടിപ്പുണ്ടായിരുന്നു. ഉള്ളിൽ ഒരു അഗ്നി കൊണ്ട് മെരിയുന്നുണ്ടോ? എത്ര ദിവസമായി ഞാൻ കൊതിക്കുന്നു ഒന്ന് കാണാൻ, അവൾ പരിഭവിച്ചു. ദാനിയേലിന് മറുപടിയില്ല. റീന കിതയ്ക്കാൻ തുടങ്ങി. എന്താ ഒന്നും മിണ്ടാത്തത്? എന്തു മിണ്ടണം? തീരെ താഴ്ന്ന സ്വരമായിരുന്നു ദാനിയേലിന്. അതാണെങ്കിൽ തെല്ലു പരുഷവും. അതവളെ ആശങ്കപ്പെടുത്തി. എന്താ അങ്ങനെ പറയുന്നത്? എന്താണെങ്കിലും പറയൂ. തുറന്നു പറയുന്നതേ വിഷമം തോന്നരുത്. റീന ഭയപ്പെട്ടു തുടങ്ങി. എങ്കിലും പറഞ്ഞു, ഇനി എന്തു വിഷമം? ഓരോ ദിവസവും എന്റെ തോളിലെ കുരിശിന്റെ ഭാരം കൂടിക്കൂടി വരുന്നു. ഇനി കുറച്ചുകൂടി ഭാരമായാലും ഞാൻ വീണുപോയില്ല. എന്തായാലും പറയൂ, തുറന്നു തന്നെ പറഞ്ഞോളൂ. നിന്റെ വീട്ടിൽ വന്ന് എന്റെ അപ്പൻ നമ്മുടെ വിവാഹം ആലോചിച്ചാണ്. ഞാൻ അറിഞ്ഞു. ഞാൻ ഇത്രയേറെ സന്തോഷവതിയായ ദിവസമില്ല. ഞാൻ ഭാഗ്യവതിയാണെന്ന് ഞാൻ വിശ്വസിച്ച ദിവസം അത് മാത്രമാണ്. എന്റെ അപ്പൻ ഇപ്പൊ ഇക്കാര്യത്തിൽ സമ്മതിക്കുന്നില്ല റീനെ. അവളെ അഗ്നി പൊതിയുകയാണ്. ഇതാണ് അവൻ പറയാൻ പോകുന്നതെന്ന് ഒട്ടും അവൾ കരുതിയതല്ല. തന്നെ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് ജോയിക്കുട്ടിയുടെ ഭാര്യമാരാണ് നിങ്ങൾ മൂന്നുപേരും എന്ന പാട്ട് ഞാനും വിശ്വസിച്ചിരുന്നില്ല. എന്റെ വീട്ടുകാരും വിശ്വസിച്ചില്ല. ദാനിയേൽ തുടർന്നു. പക്ഷെ ആനയുടെ മരണം, അവളുടെ ഗർഭം, അത് രണ്ടും സത്യമല്ലേ? അവൾ വെറുങ്ങലിച്ചു നിന്നു. രോഗം പിടിച്ച ആ പെണ്ണ്, അതിന്റെ കോലം ജോയിക്കുട്ടിയെ പിടിച്ചുണർത്തിയെങ്കിൽ പിന്നെ അതിനു മുമ്പ് തന്നെ എന്നെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കണം അല്ലേ? കാരണം ആണിച്ചേച്ചിയേക്കാൾ മാംസക്കൊഴുപ്പ് എനിക്കാണ്, ശരിയല്ലേ? റീന പതിയെ ചോദിച്ചു. അവളുടെ നിർജ്ജീവമായ കണ്ണുകൾ കരുതലോടെ ഒരേ നിലയിൽ നിന്നു. പറഞ്ഞത് നാട്ടുകാരൊക്കെയാണ് റീനെ. അവരുടെ ധാരണയെ തിരുത്താൻ ആർക്ക് കഴിയും? അത് വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ എന്റെ അപ്പനും അമ്മച്ചയും പെട്ടുപോയി. നിങ്ങളോ? റീന ചോദിച്ചു. നാട്ടുകാരൊക്കെ പറയുന്നത് റീന ജോയിക്കുട്ടിയുടെ എച്ചിലായി എന്നാണ്. അയാളും അത് തന്നെ പറയുന്നു. നിന്റെ കൂടെ ഞാൻ നടന്ന ആളുകൾ എന്നെ നോക്കി ചിരിക്കില്ലേ? നാട്ടുകാർ പറയുന്നത് നിങ്ങളും വിശ്വസിക്കുന്നു അല്ലേ? ആനയുടെ മരണം വരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോ വിശ്വസിക്കുന്നു. വിശ്വസിക്കേണ്ടി വന്നു. പുണ്യവാളനല്ലല്ലോ ഞാൻ. റീന മറുപടി പറഞ്ഞില്ല, നിന്നില്ല. മെല്ലെ നടന്നു. മെല്ലെ. റീനെ, ദാനിയേൽ വിളിച്ചു. റീന നിന്നില്ല. വിളി കേട്ടുമില്ല. റീന നിൽക്കൂ, ദാനിയേൽ വീണ്ടും വിളിച്ചു. അവന് സങ്കടമുണ്ടായിരുന്നു അവളെ നഷ്ടപ്പെടുന്നതിൽ. ജോയിക്കുട്ടി പറഞ്ഞു നടക്കുന്നത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് അവൻ. എങ്ങനെയെങ്കിലും അത് കള്ളമാണ് എന്ന് നാട്ടുകാരൊന്ന് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് അവന്റെ ആഗ്രഹം. അവന് അവളെ അത്രയ്ക്ക് ഇഷ്ടമായി പോയി. റീന വീട്ടിലേക്ക് കടന്നു ചെന്നതും വെട്ടി വിളിച്ച് കരഞ്ഞു. ആലീസും ആനിക്കുട്ടിയും വെപ്രാളത്തോട് ഓടി വന്നു. എന്താടി, എന്തു പറ്റി? ഇരുവരും ചോദിച്ചു. റീനയ്ക്ക് മറുപടിയില്ല. പകരം മൂലയിൽ ചുരുട്ടി ചാരി വെച്ചിരുന്ന പായ എടുത്തവൾ നിവർത്തിയിട്ടു. പിന്നെ അതിലേക്ക് കമിഴ്ന്നടിച്ചു വീണു. നെഞ്ച് പൊട്ടിത്തെറിക്കും പോലെ അവൾ കരഞ്ഞു. ഏറെ ഏറെ നേരം നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ സങ്കടങ്ങളും ചോർന്നൊലിച്ചു പോകും വരെ. ഒടുവിൽ അരികിൽ തലയ്ക്ക് കൈയും കൊടുത്ത് കുത്തിയിരിക്കുന്ന അമ്മച്ചിയോട് അവൾ പറഞ്ഞു, ഇവിടെ കൂടിയിരിക്കുന്ന ചെകുത്താന്റെ മൂന്നാം ഭാര്യയെ ദാനിയേലിന് വേണ്ടെന്ന്. റീന ഏങ്ങലടിച്ചു. എനിക്കിനി ജീവിക്കണ്ട അമ്മച്ചി. എന്തിനാ ഞാൻ ജീവിക്കുന്നേ? കാലിൽ ഒരു മുഴുത്ത കല്ല് കെട്ടി ആയിച്ചേച്ചി ചാടിയതുപോലെ ആറ്റി ചാടി ചാകാനേ വഴിയുള്ളൂ. അന്നിക്കുട്ടി അരുത് എന്ന് പറഞ്ഞില്ല, ചെയ്തു എന്നും പറഞ്ഞില്ല. ആ മനസ്സ് വല്ലാതെ മരവിച്ചിരിക്കുന്ന സമയമാണ്. പറഞ്ഞതൊക്കെ കേട്ടോ, ഉൾക്കൊണ്ടോ? ആലിസും ഭിത്തിമേൽ ചാരി നിന്നു. വല്ലാത്തൊരു നടുക്കം അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ദാനിയേലിന്റെ ആലോചന വന്നതോടെ റീന രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി സന്തോഷിച്ചു പോയതാണ്. പക്ഷെ തകർന്നു തരിപ്പണമായിരിക്കുന്നു. വൈകിട്ട് ജോയിക്കുട്ടി വന്നു. പട്ടച്ചാരായത്തിന്റെ മണമാണ്. മുൻപിൽ കാറ് വല്ല വിധേനി ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ട് ജോയിക്കുട്ടി വരാന്തയിൽ കിടന്നിരുന്ന ചെറിയ പായിൽ ഇരുന്ന് സിഗരറ്റ് പൊഴിക്കുകയാണ്. ആലീസ് ഒരു ഗ്ലാസ് കാപ്പി അവന് വെച്ച് നീട്ടി. അവൻ കണ്ടതായി നടിച്ചില്ല, വാങ്ങിയുമില്ല. ജോയിച്ചായ,
ആലിസ് വിളിച്ചു. സ്വരത്തിലെ ദൃഢത ശ്രദ്ധിച്ചിട്ടാകാം ജോയ്കുട്ടി പെട്ടെന്ന് തലതിരിച്ച് അവളെ നോക്കി. ഒരു കാര്യം പറയാനുണ്ട്. എന്താടി, മൈക്ക് വേണോ? മൈക്കിനകത്ത് പറഞ്ഞാലും മൈക്കില്ലാതെ പറഞ്ഞാലും ഫലം ഒന്നായിരിക്കണം. ഓഹോ, ജോയ്കുട്ടിയുടെ നെറ്റി ചുളിഞ്ഞു. നാളെ ഈ വീട്ടിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകണം. ജോയ്കുട്ടി തുറച്ചു നോക്കി. നമ്മൾ എന്ന് പറഞ്ഞ ഞാനും ജോയിച്ചാനും നമ്മുടെ കുഞ്ഞും. ആര് പറഞ്ഞടി? ജോയ്കുട്ടി ചാടി എണീറ്റു. ഞാൻ പറഞ്ഞു. നീയോ? ജോയ്കുട്ടി അവളെ പിടികൂടി. നീ പറഞ്ഞാ പോകുന്നത് നിന്റെ തന്തയായിരിക്കും, ആ ഭ്രാന്തൻ പട്ടി. നിങ്ങൾ ഈ വീട്ടിലുള്ള എല്ലാറ്റിനെയും കൊല്ലുന്ന കാലനാണ്. എത്ര നിയന്ത്രിച്ചിട്ടും ആലീസ് പറഞ്ഞുപോയി. നീ അത്രയ്ക്കായോടി? ജോയ്കുട്ടി ഇരുമ്പ് വളയം പിടിക്കുന്ന കൈത്തലം അവളുടെ കഴുത്തിൽ ഭ്രാന്തമായ ശക്തിയോടെ അമർത്തി. കൊല്ല്, നിങ്ങൾ എന്നെ കൊല്ല്. നിങ്ങൾ തന്നെ കൊല്ലുന്നതാ എനിക്കും ഇഷ്ടം, ആലീസ് പറഞ്ഞു. അക്ഷോഭിയായി അവൾ അങ്ങനെ പറഞ്ഞപ്പോ ജോയ്കുട്ടിക്ക് വീറും കുറഞ്ഞു പോവുകയാണ് ചെയ്തത്. അയ്യോ കൊല്ലുന്നേ എന്നവൾ നിലവിളിക്കണം. അന്നക്കുട്ടിയോ റീനയോ നിലവിളിയോടെ തടയണം. എങ്കിൽ അവൻ ബലം ആവാഹിക്കുമായിരുന്നു. ഇത് രണ്ടും ഉണ്ടായില്ല. അന്നക്കുട്ടിയും റീനയും നോക്കി നിന്നതേയുള്ളൂ, കാഴ്ചക്കാരെ പോലെ. അതോടെ കഴുത്തിൽ നിന്ന് അവൻ കൈകൾ വലിച്ചെടുത്ത് അവളുടെ കരണത്ത് പ്രയോഗിച്ചു, വീണ്ടും വീണ്ടും. എന്നിട്ടും അന്നക്കുട്ടിയും റീനയും തടഞ്ഞില്ല. ആലീസ് കരഞ്ഞുമില്ല, അരുത് എന്ന് അപേക്ഷിച്ചുമില്ല. എല്ലാവരും കേൾക്കാനായിട്ട് ജോയ്കുട്ടി ഉറക്കെ പറഞ്ഞു. ഞാൻ പോകാം, ഇന്ന് പോകാം. എനിക്ക് സ്ത്രീധനവകയിൽ കാൽ കാശ് തന്നിട്ടില്ലല്ലോ. ഈ വീട് സ്ഥലം ഇളയമോൾക്ക് കൊടുക്കാമെന്നായിരിക്കും വിചാരം. അതിന് ജോയ്കുട്ടി സമ്മതിക്കത്തില്ല. രണ്ടായി വീതിച്ചോ. നേരെ പകുതി സ്ഥലവും വീടിന് ഞാൻ മുടക്കിയ പണവും വേറെയും താ. ഈ നിമിഷം ജോയ്കുട്ടി പടിയിറങ്ങും. അല്ലാണ്ട് പറ്റിക്കാമെന്ന് ഒരുത്തിയും കരുതണ്ട. അത് കേട്ടതല്ലാതെ ആരും മറുപടി പറഞ്ഞില്ല. പിറ്റേന്ന് അന്നക്കുട്ടി ആലീസിനോട് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോവുക. എന്തിനാണ് അമ്മച്ചി? അങ്ങനെ കാണാൻ. കണ്ടേ തീരും എനിക്ക്. ദൃഢമായിരുന്നു അന്നക്കുട്ടിയുടെ സ്വരം. ആലീസിന്റെ കണ്ണുകളിൽ ഭീതിയായി. ഇതിൽ പരം ഇനി എന്തോന്നുണ്ടാകാനാ? കൊല്ലുമെന്നോ തിന്നുമെന്നോ ഉള്ള പേടിയൊന്നും ഇപ്പൊ എനിക്കില്ല. എപ്പോ വേണമെങ്കിലും ചാട്ടെ. പക്ഷെങ്കില് ചത്തങ്ങ് ചെല്ലുമ്പോഴും എന്റെ മനസ്സിൽ കുറ്റബോധം തോന്നാൻ പാടില്ല. അതിയാനെ പോയെന്ന് കാണണം. കാശൊക്കെ കൊടുത്തിട്ട് രോഗം കുറയും, 6 മാസത്തിനകം ഭേദമാകും എന്നാണല്ലോ അവനെന്ന് പറഞ്ഞത്, അന്നക്കുട്ടി ചോദിച്ചു. അയ്യടാ, അയാള് പറഞ്ഞത് വിശ്വസിച്ചിരിക്കുകയാണോ അമ്മച്ചി? സുബോധമുള്ളവരോട് കരുണ കാട്ടാത്ത ഒരു കാട്ടാളെ. അയാൾ അച്ചായനെ അങ്ങ് നന്നാക്കും, റീന ഉച്ചത്തിൽ പറഞ്ഞു. ചെന്ന് നോക്കിയാൽ അറിയാം ഏത് സിംഹാസനത്തേലാ ഇരുത്തിയേച്ച് പോന്നതെന്ന്. അവൻ പറഞ്ഞത് വിശ്വസിച്ചിട്ടല്ല പെണ്ണെ. അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുമ്പോ വല്ലാത്തൊരു തണുപ്പാ മനസ്സില്. പോകാൻ എവിടുന്ന് അമ്മച്ചി കാശ്? അന്നക്കുട്ടി കൈ നിവർത്തിക്കാട്ടി. അവരുടെ കയ്യിൽ ആനയുടെ കാൽപ്പെട്ടിക്കുള്ളിൽ കിടന്നിരുന്ന ആ ഇടിച്ചു ചളുക്കിയ മാല ഉണ്ടായിരുന്നു. റീന വലിച്ചെറിഞ്ഞ 2 പവൻ സ്വർണം. ഇത് വിറ്റാ കാശ് കിട്ടും. എനിക്ക് പോയി അതിയാനെ കാണണം. മിച്ചമുള്ളത് അത് എന്റെ ചികിത്സയ്ക്കായിട്ട് കൊടുക്കുകയും ചെയ്യാം. അമ്മച്ചി ഒറ്റയ്ക്ക് പോവോ? പിന്നല്ലാണ്ട്. എനിക്ക് പിന്നാരെ തുണ. ഒരു ആൺതരിയെ തരാൻ പിതാവിന് കഴിഞ്ഞോ? എന്റെ വിധി ഇതൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ പോകും, തിരിച്ചു വരാണ്ടിരിക്കാൻ പ്രാർത്ഥിച്ചോ. അമ്മച്ചി, ആലിസിന് സങ്കടം വന്നു. ഇനി ഞാൻ എന്നതാ അമ്മച്ചി ചെയ്യേണ്ടത്? എന്ത് ചെയ്താലും അമ്മച്ചിക്ക് സമാധാനം കിട്ടുന്നതും? ഇന്നേ ഇവിടുന്ന് ഇറങ്ങാൻ എനിക്ക് സമ്മതാ. ഇന്നലെയും സമ്മതമായിരുന്നു. പക്ഷെ ഞാൻ മാത്രം പോയതുകൊണ്ട് പ്രശ്നം തീരുമോ? തീരുമെങ്കിൽ ചാകാനും ഞാൻ തയ്യാറായിരുന്നു. ഒന്നും പറയണ്ട പെണ്ണെ, ഒന്നും പറയണ്ട. പരിഹാരം ഒന്നുമില്ല. ഇനി പരിഹരിക്കാൻ സാധിക്കുകയില്ല. അത്രയ്ക്ക് വേരുകൾ ആഴത്തിലായിപ്പോയി, പറിച്ചെറിയാൻ പറ്റാണ്ടായിപ്പോയി. അന്നക്കുട്ടി കണ്ണുകൾ തുടച്ചു. ഉച്ച കഴിഞ്ഞാണ് അന്നക്കുട്ടി പോകാൻ ഇറങ്ങിയത്. ഒപ്പമുണ്ട് റീനയും. നീ വരണ്ട, അന്നക്കുട്ടി പറഞ്ഞു. അമ്മച്ചി തനിയെ പോകണ്ട, റീന പറഞ്ഞു. ഈ വീട്ടിലിപ്പോ 2 അധികപ്പറ്റുകൾ അമ്മച്ചിയും ഞാനുമാണ്. ചാകാനായാലും ജീവിക്കാനായാലും അമ്മച്ചിയുടെ ഒപ്പം ഞാനും ഉണ്ട്. എനിക്കും ഇനി ആശിക്കാനും കാത്തിരിക്കാനും എന്താണുള്ളത്? അന്നക്കുട്ടി മിണ്ടിയില്ല. അവർക്കൊപ്പം പോകാൻ ആലീസിന് കൊതി തോന്നി. ആശിക്കാനും കാത്തിരിക്കാനും ആലീസിനും എന്താണുള്ളത്? എങ്കിലും അവൾ വലിയ ആനച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവളല്ലേ. അന്നക്കുട്ടിയും റീനയും നടന്നകലുന്നത് ആലീസ് നിറകണ്ണുകളോടെ നോക്കി നിന്നു. അവളുടെ മനസ്സിനുള്ളിൽ ഭീതി നിറഞ്ഞു. രാത്രി വണ്ടിയാണ് അവർക്ക് കിട്ടിയത്. വൈകുന്നേരം 5:30 ട്രെയിൻ. ആദ്യമായിട്ടായിരുന്നു യാത്ര. അതിൻ്റെതായ എല്ലാ അറിവില്ലായ്മയും പൊരുത്തക്കേടുകളും ഇരുവരിലും കണ്ടു. കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നവ മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും ചെയ്തു. ദുഃഖത്തിന്റെ മുഖാവരണമിട്ട ആ അമ്മയെയും മകളെയും അല്ലെങ്കിൽ തന്നെ ആരും ശ്രദ്ധിച്ചു പോകുമായിരുന്നു. അവരുടെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട്. അതിൽ ഏത്തപ്പഴവും ഓറഞ്ചും നെയ്യപ്പവും ഒക്കെയാണ്. കറിയാക്കി കൊടുക്കാനായി ടൗണിൽ നിന്ന് വാങ്ങിയതാണവ. ഇരുവരും മറ്റാരെയും ശ്രദ്ധിക്കാതെ
ജനലിനോട് ചേർന്നുള്ള സീറ്റിൽ ഒതുങ്ങിയിരുന്നു. രാത്രിയായപ്പോ മറ്റുള്ളവർ ആഹാരം കഴിച്ചു. അന്നക്കുട്ടിയും റീനയും കഴിക്കാനൊന്നും കൊണ്ടുവന്നിരുന്നില്ല. ട്രെയിനിൽ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു അവർക്ക്. റീന കേട്ടിട്ടുണ്ട് ആരോ പറഞ്ഞ്, എന്നാലും അവൾ അതേക്കുറിച്ച് ചിന്തിച്ചതുമില്ല. അല്ലെങ്കിലും വിശപ്പ് ഇരുവർക്കും ഒരു പ്രശ്നമായിരുന്നില്ല. അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വിശപ്പിനെ പോലും വിഴുങ്ങുന്നവയാണല്ലോ. അത്യാവശ്യം വിശപ്പിനുള്ളത് ട്രെയിനിൽ നിന്നും വാങ്ങിക്കഴിച്ച് ഇരുവരും ഉറങ്ങാതെ കാത്തിരുന്നു. ചുറ്റുമുള്ളവർ ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. ഉറങ്ങും മുമ്പ് പലരും അവരോട് പലതും ചോദിച്ചു. ഒന്നും വിട്ടുപറയാൻ അന്നക്കുട്ടി കൂട്ടാക്കിയില്ല. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഈ രണ്ട് ചോദ്യങ്ങൾക്കും തെറ്റായ ഉത്തരമാണ് പറഞ്ഞത്. ചുറ്റുമുള്ളവർ ഉറങ്ങിയിട്ടും ഇരുവരും ഉറങ്ങിയില്ല. ഒന്നാമത്, ഇത്തിരി പണവും മറ്റും കയ്യിലുള്ളത് ആരെങ്കിലും തട്ടിയെടുത്താലോ? രണ്ടാമത്, ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോ ഉണർന്നില്ലെങ്കിലോ? ഏറെ നേരം കഴിഞ്ഞപ്പോ റീന ഉറക്കം തൂങ്ങി. അന്നക്കുട്ടിയുടെ തോളിലേക്ക് ചാരി അവൾ ഉറങ്ങി. മകൾ ഉറങ്ങട്ടെ. അവളുടെ കാവൽ കൂടി ഏറ്റെടുത്ത് അന്നക്കുട്ടി കണ്ണുകൾ അടയ്ക്കാതെ ഇരുന്നു. പാതിരാത്രി കഴിഞ്ഞപ്പോൾ വണ്ടി തിരുവനന്തപുരം സ്റ്റേഷനിലെത്തി. എല്ലാവരും തപ്പിപ്പടഞ്ഞ് എണീറ്റു. തിരുവനന്തപുരം ആയോ? ചോദ്യം കേട്ട ആൾ തലയാട്ടി. റീനയും അന്നക്കുട്ടിയും ഇറങ്ങി. മറ്റുള്ളവർക്കൊപ്പം പ്ലാറ്റ്ഫോമിൽ നിന്നവർ നാലുപാടും നോക്കി. സമയം എത്രയായി? ഈ രാത്രി പുലരും വരെ എവിടെ കഴിയും? ഭ്രാന്താശുപത്രി എവിടെയാണ്? ഒന്നും അറിയില്ല. ഈ യാത്ര സാഹസമായി പോയോ? ജോയ്ക്കുട്ടിയുടെ കഴിഞ്ഞ രാത്രിയിൽ നടത്തിയ പ്രകടനത്തിൽ മനസ്സ് വല്ലാതെ നൊന്തപ്പോൾ അന്നക്കുട്ടി അറിയാതെ ആഗ്രഹിച്ചു പോയതാണ്. ഭ്രാന്തനാണെങ്കിലും ഭർത്താവിന്റെ സാമീപ്യം. ജോയ്ക്കുട്ടി ഇന്ന് കാട്ടിക്കൂട്ടുന്ന ചെയ്തികളെ അപേക്ഷിച്ച് ആ മനുഷ്യന്റെ പ്രവൃത്തികൾ എത്രയോ ഭേദമായിരുന്നു. അയാളുടെ വിശപ്പും നിലവിളിയും ഒക്കെ ജീവിതത്തിലെ അനിവാര്യമായ കാര്യങ്ങളായി തീർന്നതിനാൽ അയാൾ ഒടുവിൽ ഒരു പ്രശ്നമേ ആയിരുന്നില്ലല്ലോ. പക്ഷേ ജോയ്ക്കുട്ടിയോ? ആ വീടിന്റെ അടിത്തറ പോലും ഇളക്കി പറിക്കുന്ന ദുരന്തമായി അവൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ദുരന്തത്തിൽ നിന്ന് അല്പനേരത്തേക്കുള്ള ഒരു രക്ഷപ്പെടലായിരിക്കാം അന്നക്കുട്ടിക്ക് സുബോധം നഷ്ടപ്പെട്ടതാണെങ്കിലും കറിയായുടെ ദർശനവും സാമീപ്യവും. റീന ധൈര്യം വീണ്ടെടുത്തു. അവൾ അന്നക്കുട്ടിയും കൊണ്ട് പ്ലാറ്റ്ഫോമിലൂടെ നടന്നു. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. അവൾ ഒരു ബോർഡ് കണ്ടു. സ്ത്രീകളുടെ വിശ്രമ സ്ഥലം. റീനയ്ക്ക് സന്തോഷമായി. അമ്മച്ചി, നമുക്ക് അവിടെ ഇരിക്കാം, നേരം വെളുക്കുന്നത് വരെ. നേരം വെളുത്തിട്ട് ഭ്രാന്താശുപത്രി അന്വേഷിക്കാം. അന്നക്കുട്ടി സമ്മതിച്ചു. ഇരുവരും വെയിറ്റിംഗ് റൂമിലേക്ക് കടന്നു. മറ്റുള്ളവർക്കിടയിൽ അവരും ഇരുന്നു, പുലരും വരെ. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അവരും പ്രഭാത കർമ്മങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. ആഹാരം ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചു. കുറെ ഇഡലിയും അപ്പവും വാങ്ങി പൊതിഞ്ഞു സൂക്ഷിച്ചു. അത് കറിയാക്കാണ്. വെയിറ്റിംഗ് റൂമിൽ തന്നെ ഉള്ള ചില സ്ത്രീകളോട് ചോദിച്ച് ഭ്രാന്താശുപത്രി എവിടെയാണെന്ന് ഏകദേശം മനസ്സിലാക്കി. രാവിലെ പോകും മുമ്പ് അവിടെ കണ്ട ഒരു പോലീസുകാരനോട് ചോദിച്ച് റീന വഴി മനസ്സിലാക്കി. ഏത് വണ്ടിയിൽ കയറണമെന്നും എവിടെ ഇറങ്ങണമെന്നും. ഭ്രാന്താശുപത്രിയുടെ വാതിൽക്കിൽ ഇറങ്ങുമ്പോൾ റീന കരുതി ഉദ്ദേശിച്ച് ഭയന്നിരുന്നത്ര വിഷമമുണ്ടായില്ല എന്ന്. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഏറെ വിഷമമുണ്ടായതും. കറിയയെ എന്ന് കൊണ്ടുവന്നു, ഏതാണ് അഡ്മിഷൻ നമ്പർ, അതൊന്നും ഇരുവർക്കും അറിയില്ല. അഡ്മിഷൻ ചീട്ട് ജോയ്ക്കുട്ടിയുടെ കൈവശം ഉണ്ടായിരിക്കണം. അവനറിയാതെയാണല്ലോ പോന്നതും. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അവർ പറഞ്ഞതോടെ അന്നക്കുട്ടി ഓഫീസിൽ നിന്ന് ഉറക്കെ കരഞ്ഞുപോയി. ഇത്രയും പാടുപെട്ട് വന്നത് വെറുതെ ആയിപ്പോയല്ലോ. ഓഫീസിലെത്തിയ അറ്റൻഡർമാർക്ക് ആ അമ്മയെയും മകളെയും കണ്ടപ്പോൾ സഹതാപം തോന്നി. ഏകദേശം കറിയായെ ഇവിടെ എത്തിച്ച കാലം ചോദിച്ചറിഞ്ഞു. ഏതാണ്ട് 10 മാസത്തോളായി, അന്നക്കുട്ടി പറഞ്ഞു. കഴിഞ്ഞ ജൂലൈ അവസാനമാണ്. റീന തന്റെ ഓർമ്മ പറഞ്ഞു. ഒടുവിൽ അയാൾ കറിയയുടെ പേര് രജിസ്റ്ററിൽ കണ്ടെത്തി. അങ്ങനെ അന്നക്കുട്ടിയും റീനയും അകത്തേക്ക് കയറി. ഒരുപാട് കെട്ടിടങ്ങൾ, ഒരു മുറിയിൽ ഒരുപാട് പേർക്കിടയിൽ കറിയ അവർ കണ്ടു. ഒരു മൂലയിൽ ചാരിയിരിക്കുന്ന മെലിഞ്ഞ രൂപത്തെ. കീറിപ്പറിഞ്ഞ ഒരു കഷ്ണം തുണി തോളിലുണ്ട്. അതൊഴിച്ചാൽ ശരീരം നഗ്നം. ആ മുഖം. അന്നക്കുട്ടി നെഞ്ചത്ത് കൈവച്ചു പോയി. വല്ലാതെ അടികൊണ്ട് പൊട്ടിത്തിണർത്തതുപോലെ ശരീരത്തിലുമുണ്ട് ആ പാടുകൾ. അന്നക്കുട്ടി വിമ്മി പൊട്ടി കരഞ്ഞുപോയി. റീന അമ്മയെ സമാധാനിപ്പിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു. അറ്റൻഡർമാർ തന്നെ അവരെ സൂപ്രണ്ടിന്റെ റൂമിലെത്തിച്ചു. സൂപ്രണ്ട് അവരുടെ നേർക്ക് വല്ലാതെ പൊട്ടിത്തെറിച്ചു. ഇയാളുടെ പേർക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര കത്തുകൾ അയച്ചു? ഒരു മറുപടി പോലും വന്നില്ല. ആരും വന്ന് അന്വേഷിച്ചില്ല. വീട്ടിൽ വേണ്ടാത്തവരെ ഉപേക്ഷിക്കാനുള്ള സ്ഥലമാണിതെന്ന് കരുതിയോ? കത്തയച്ചു എന്നോ? അന്നക്കുട്ടി കണ്ണുമിഴിച്ചു. കിട്ടിക്കാണും അമ്മച്ചി, റീന അന്നക്കുട്ടി ചെവിയിൽ പറഞ്ഞു. അയാളത് മാറ്റിക്കാണും. ശരിയാണെന്ന് അന്നക്കുട്ടിക്കും തോന്നി. ചുരുങ്ങിയ വാചകത്തിൽ തേങ്ങലിന്റെ അകമ്പടിയോടെ അന്നക്കുട്ടി ഉള്ള സത്യങ്ങൾ സൂപ്രണ്ടിനോട് പറഞ്ഞു. മുമ്പിൽ നിൽക്കുന്നവരുടെ കണ്ണീരും മുഖഭാവവും അവർ പറഞ്ഞത് സത്യമാണെന്ന് ധരിക്കുവാൻ സൂപ്രണ്ടിനെ പ്രേരിപ്പിച്ചു. ഡോക്ടർ വളരെ ശാന്തനായി പറഞ്ഞു. ഇവിടെ കൊണ്ടുവരാറുള്ള മറ്റേതൊരു രോഗിയെക്കാളും
ശാന്തനായിരുന്നു ഇയാൾ. അയാളുടെ പ്രശ്നം വിശപ്പാണ്. ഇതൊരു സർക്കാർ സ്ഥാപനമാണെന്ന് അറിയാമല്ലോ. ഇവിടെ ഓരോ രോഗിക്കും നിശ്ചയിച്ചിരിക്കുന്ന ആഹാരത്തിന് അളവുണ്ട്. എന്നിട്ടും കറിയാക്കി ആ അളവിലും അധികം കൊടുക്കാറുണ്ട്. അയാൾക്കത് പോരാ. വിശപ്പിന്റെ പേരിൽ അയാൾ വയലന്റ് ആകും. ഇവിടെ അയാൾ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഡോക്ടർ തുടർന്നു. എത്ര ശ്രമിച്ചാലും മരുന്ന് കഴിക്കില്ല. പിടിച്ചു കെട്ടി വായിൽ ഒഴിച്ചാലും തുപ്പിക്കളയും. പല രോഗികളുടെയും ആഹാരം കൈയിട്ട് വാരും. അവർ നോക്കിയിരിക്കുമോ? പരസ്പരം എന്നും ശണ്ട പിടിക്കും. അയാളെ ഒറ്റയ്ക്കൊരു മുറിയിൽ കിടത്താനോ അയാൾക്ക് മതിയാവുന്നത്ര ആഹാരം കൊടുക്കാനോ കഴിയാത്തതിൽ ഖേദമുണ്ട്. അന്നക്കുട്ടി തേങ്ങിയതേയുള്ളൂ. ഈ വിവരങ്ങൾ കാട്ടിയാണ് ഞങ്ങൾ ലെറ്റർ അയച്ചുകൊണ്ടിരുന്നത്. ഞങ്ങള് അച്ചായനെ കൊണ്ടുപോയിക്കോളാം ഡോക്ടർ, റീന പെട്ടെന്ന് പറഞ്ഞു. അതാണ് നല്ലതെന്ന് അന്നക്കുട്ടിക്കും തോന്നി. പക്ഷേ ഈ സ്ഥിതിയിൽ നിങ്ങൾ എന്തിന് ഇനി അയാളെ കൊണ്ടുപോകണം? എന്റെ നോട്ടത്തിൽ ഇനി അയാൾ അധികകാലം ജീവിച്ചിരിക്കില്ല. മരിച്ചാൽ സംസ്കരിക്കാൻ എവിടെ സൗകര്യമുണ്ട്? ഡോക്ടർ സാവധാനം പറഞ്ഞു. അവിടെ അദ്ദേഹം കണ്ടിട്ടുള്ള 4 മണ്ണുണ്ട് ഡോക്ടറെ, അന്നക്കുട്ടി പറഞ്ഞു. 10-18 വർഷം മണ്ണ് ചുമന്ന് ഞാൻ അതിയാന് ചോറ് കൊടുത്തതാ. അത്രയും കാലം എനിക്ക് കൊടുക്കേണ്ടതായി വരത്തില്ലല്ലോ. മരിച്ചാല് ഇവിടെ അനാഥശവം പോലെ മാന്തി കുഴിച്ചിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവിടെ പള്ളിയും പട്ടക്കാരും ഉണ്ട്, സെമിത്തേരിയും ഉണ്ട്. എന്റെ 3 പിള്ളേരുടെ അപ്പനാദിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം, അന്നക്കുട്ടി സങ്കടത്തോടെ പറഞ്ഞു. 5-6 മാസത്തിനകം രോഗം ഭേദമാകുമെന്ന് ഡോക്ടർ പറഞ്ഞെന്നും ചികിത്സയ്ക്കും ആവശ്യത്തിനും മറ്റുമായി 2000 രൂപ കൊടുത്തിട്ടുണ്ടെന്ന് ഇനി കൊടുക്കുമെന്നും ഒക്കെ കേട്ടപ്പോ സത്യാന്ന് ധരിച്ചു. അതാ പറ്റിയ അബദ്ധം. ഇനി പറ്റത്തില്ല ഡോക്ടറെ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. പക്ഷേ ഒരു കാറൊക്കെ പിടിച്ചു കൊണ്ടുപോകാൻ നല്ല ചെലവുണ്ട്. ഞങ്ങള് ട്രെയിനിലാ വന്നത്, റീന പറഞ്ഞു. അത് പറ്റില്ല. ഇടയ്ക്കിടെ പ്രശ്നമുണ്ടാക്കുന്ന ഇയാളെ പൊതുജനങ്ങൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എങ്കിൽ കാറ് പിടിക്കാം, അന്നക്കുട്ടി പറഞ്ഞു. ചികിത്സയ്ക്കായി ഏൽപ്പിക്കാൻ കൊണ്ടുവന്ന പണമുണ്ടല്ലോ. ഇഞ്ചക്ഷൻ ചെയ്ത കറിയായെ ഉറക്കി കിടത്തിയിട്ടാണ് കാറിൽ കയറ്റിയത്. തിരിച്ചു പോരുമ്പോ അന്നക്കുട്ടിക്ക് എന്തെന്നില്ലാത്ത സംതൃപ്തി തോന്നി. ജോയ്ക്കുട്ടിയെ ആദ്യമായി തോൽപ്പിച്ചതിലുള്ള ചാരിതാർത്ഥ്യം. റീനയും അന്നക്കുട്ടിയും തിരുവനന്തപുരത്തിന് പോയ അന്ന് ജോയ്ക്കുട്ടി വന്നത് വളരെയേറെ ഇരുട്ടിക്കഴിഞ്ഞാണ്. മദ്യപിച്ചിട്ടുണ്ടെങ്കിലും വളരെ നേരം കഴിയും മുമ്പ് ജോയ്ക്കുട്ടി ഒരു സത്യം മനസ്സിലാക്കി. ആലീസും കുഞ്ഞും മാത്രമേ ആ വീട്ടിലുള്ളൂ. അന്നക്കുട്ടിയോ റീനയോ അവിടെ ഇല്ല. എവിടെടി നിന്റെ തള്ളി അനീത്തി? അവൻ ചോദിച്ചു. ആലീസ് കേട്ടതായി ഭാവിച്ചില്ല. എന്തു തന്നെ ആയാലും അവർ പോയ വഴി പറഞ്ഞു കൊടുക്കില്ല എന്ന ദൃഢശബ്ദത്തിലായിരുന്നു അവൾ. കാറുള്ള ആൾ ചാടിയിറങ്ങി കാറ് ഇറക്കി പോയാലോ? അമ്മച്ചിയും റീനയും എത്തും മുമ്പ് മനുഷ്യൻ അങ്ങെത്തും. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ഊഹിക്കുകയേ വേണ്ടൂ. അതുകൊണ്ടാണ് അവൾ ആ ശബ്ദം എടുത്തതും. എന്താടി നിന്റെ ചെവി കേൾക്കത്തില്ലേ? ജോയ്ക്കുട്ടി അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. എവിടെ പോയതാണെന്ന് എനിക്ക് അറിയത്തില്ല, അതാ ഞാൻ മിണ്ടാത്തത്. നിനക്ക് അറിയത്തില്ലേ? ജോയ്ക്കുട്ടി അവളുടെ മുടിയിൽ പിടിച്ച് പിന്നോക്കം നിർത്തി. നിന്നോട് പറയാതെ അവര് പോയോ? എന്നോട് ആരും ഒന്നും പറയാറില്ലല്ലോ. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എന്തു ചെയ്യുന്നു ചോദിച്ചാൻ പറയണ്ടോ? എടി എടി താഴെ നില്ല്, താഴെ, ജോയ്ക്കുട്ടി പരിഹസിച്ചു. നിന്നോട് അടിവരയിട്ട് പറഞ്ഞിട്ട് പോകേണ്ട ഗതികേട് പാളിപ്പെങ്കിലും ജോയ്ക്കുട്ടിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോടി. ഭാര്യയുടെ പാദം നക്കുന്ന ഭർത്താക്കന്മാര് കാണും. എന്നെ അക്കൂട്ടത്തിൽ നീ എണ്ണണ്ട. ഞാൻ അധികപ്പറ്റ് ചാകുന്നില്ലല്ലോ എന്നെന്റെ സങ്കടം. നീ സങ്കടപ്പെടണ്ട, ഞാൻ കൊന്നുതരാം. എന്നാ കൊല്ല്, എന്തിനാ നീട്ടുന്നേ? എടി സത്യം പറ, അവരെവിടെ പോയതാ? എനിക്ക് അറിയത്തില്ല, എന്നോട് പറഞ്ഞില്ല. ഞാൻ ഇവിടെ അട്ടിപ്പേര് കിടക്കല്ലേ, അവർക്കും എന്നോട് വെറുപ്പാ. അത് ശരിയാകാമെന്ന് ജോയ്ക്കുട്ടിക്കും തോന്നി. തന്നോടുള്ള ദേഷ്യം അവർ ആലീസിനോടും കാട്ടാതിരിക്കുമോ? അവർ എവിടെ പോയതായിരിക്കും? ഒരു ബീഡിയും പുകച്ച് പൊട്ടിപ്പൊളിഞ്ഞ വരാന്തയിൽ അവനിരുന്നു. എത്ര ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടിയില്ല. കുളിക്കാൻ വെള്ളം കോരിയോടി? ജോയ്ക്കുട്ടി ചോദിച്ചു. കോരിയിട്ടുണ്ട്. അവൾ എണ്ണയും സോപ്പുമായി ചെന്നു. അത് വാങ്ങുമ്പോൾ അവളെ നോക്കി അവൻ അമർത്തി മൂളി. അവരെവിടെ പോയതാണെന്ന് നീ എങ്ങാനും ഒളിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞാ ബാക്കി പറയണ്ടല്ലോ. ആലീസ് മിണ്ടിയില്ല. ജോയ്ക്കുട്ടി കിണറ്റുകരയിലെത്തി. വെള്ളം കോരി തലയിൽ ഒഴിക്കുമ്പോഴും സോപ്പ് തേക്കുമ്പോഴും ഒക്കെ അവന്റെ ചിന്ത അതായിരുന്നു. അവരെവിടെ പോയതായിരിക്കും? റീനയുടെ രൂപമാണ് മനക്കണ്ണ് നിറയെ. ഒരിക്കൽ മറപ്പുരയിലേക്ക് നോക്കി ആ ശരീരം കണ്ടതല്ലേ? വാതിലിന്റെ വിടവിലൂടെയും ഏതാനും ഭാഗം കണ്ടതാണ്. കടഞ്ഞെടുത്ത ജോയ്ക്കുട്ടിക്ക് ശരീരം ആകെ പെരുത്തു. അവളെ സ്വന്തമാക്കണം. ആലിസ് ഇല്ലായിരുന്നെങ്കിൽ എന്നാ കൊല്ല്, എന്തിനാ നീട്ടുന്നത്? ആലിസിന്റെ ചോദ്യം. കൊന്നാൽ ആലിസ് ഇല്ലാതെയായ കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടാവില്ല. റീനയല്ലാതെ മറ്റാരാണ് കുഞ്ഞിനെ നോക്കുക?
ഡാനിയലും ഉപേക്ഷിച്ച മട്ടാണ്. താൻ പറഞ്ഞത് ഏറ്റിരിക്കുന്നു അവന്. റീന കുഞ്ഞിനെ നോക്കും, ക്രമേണ തന്റേതാകും. ആദ്യമായി കുഞ്ഞിനെ അവൻ സ്നേഹിച്ചു പോയി. ആ കുഞ്ഞാണ് റീനയിലേക്കുള്ള തന്റെ ശരിയായ മാർഗം. ആലിസിനെ ഇല്ലാതാക്കാൻ എന്താണ് വഴി? ആരും സംശയിക്കരുത്. അതിനുള്ള വഴി കണ്ടെത്തണം. തെല്ലിട ആലോചിച്ചു. പെട്ടെന്ന് മാർഗം മുൻപിൽ തെളിഞ്ഞു. കിണർ. കെട്ടാത്ത കിണറാണ്. ഇരുവശത്തും പത്തല് കുത്തി നാട്ടി വിലങ്ങനെ കമ്പ് കെട്ടി കയറിന്മേൽ കപ്പി കെട്ടിയിട്ടിരിക്കുകയാണ്. ചവിട്ടി നിന്ന് ആഴത്തിൽ കോരാനായിട്ട് കിണറിന് വിലങ്ങനെ 3-4 തടികൾ നിരത്തിയിട്ടിരിക്കുന്നു. ജോയ്ക്കുട്ടി ധൃതിയിൽ ഏറ്റവും മുമ്പിലുള്ള 2 തടികൾ ഇളക്കി വലിച്ച് ഒരറ്റം കിണറിന്റെ വക്കിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ വെച്ചു. വെളുപ്പിന് ആലിസ് വെള്ളം കോരാനെത്തും. തൊട്ടി നിറഞ്ഞ തടിയിൽ ചവിട്ടി ആഴത്തിൽ വലിക്കുമ്പോ തടിയോടൊപ്പം ജോയ്ക്കുട്ടി പുഞ്ചിരിച്ചു. ഒരു മൂളിപ്പാട്ടോടുകൂടി കുളിച്ചു തോർത്തി. ആലിസ് വിളമ്പിയ ആഹാരം കഴിച്ച് കിടന്നുറങ്ങി. പതിവ് പോലെ അവന്റെ കരങ്ങൾ കഴുത്തിൽ അമരുന്നത് പേടിച്ച് ആലിസ് ഉറങ്ങാതെ കിടന്നു. എന്നാൽ അവന്റെ കൈകൾ തന്നെ ഒരുക്കിയ കെണി അവൾ അറിഞ്ഞതേയില്ല. പുലരും മുമ്പ് തന്നെ അവൾ എണീറ്റു. അവനപ്പോ ശരിക്കും ഉറക്കം തന്നെയായിരുന്നു. പുറത്ത് കിണറ്റിനുള്ളിൽ കേട്ട അതിഭയങ്കരമായ ശബ്ദവും ജോയിച്ചായ എന്ന നിലവിളിയും ജോയിക്കുട്ടിയെ ഉണർത്തിയുമില്ല. വൈകുന്നേരം കറിയയും കൊണ്ട് വീട്ടുപടിക്കൽ എത്തിയ കാറിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ അന്നക്കുട്ടി ആദ്യം കേട്ട വാർത്തയും അതാണ്. ആലിസ് കിണറ്റിൽ വീണു. എന്റെ പെണ്ണിനെ അവൻ കൊന്നോ? അന്നക്കുട്ടി നെഞ്ചിൽ ആഞ്ഞു തല്ലിക്കൊണ്ടാണ് മുറ്റത്തേക്ക് ചെന്നത്. 2-3 പേർ മുറ്റത്തുണ്ട്. അയൽക്കാരാണ്. പെണ്ണ് ചത്തിട്ടൊന്നുമില്ല അന്നക്കുട്ടി, അവൾ ആശുപത്രിയിലാ. അന്നക്കുട്ടിയുടെ കരച്ചിലും വെപ്രാളവും കണ്ടപ്പോ തിടുക്കത്തിൽ ഒരാൾ പറഞ്ഞു. അന്നക്കുട്ടിയുടെ മനസ്സ് ഒരു നിമിഷം ആശ്വാസം കൊണ്ടു. റീന അയൽക്കാരിൽ നിന്ന് കാര്യങ്ങൾ ചികഞ്ഞെടുത്തു. വെളുപ്പിനാണ് സംഭവം. വെള്ളം കോരിയപ്പോ ചവിട്ടി നിന്നിരുന്ന തടി തെന്നി തടിയോടൊപ്പം ആലിസും കിണറ്റിൽ വീണു. വെള്ളം കുടിച്ചു. കാലിന്റെ പത്തിക്ക് പരുക്കുണ്ട്. തലയിലും മുറിവുണ്ട്. തടിയിന്മേൽ തട്ടിയതായിരിക്കണം. നെഞ്ചടിച്ചാണ് വീണത്. കൂടുതൽ പരിശോധന വേണം, എങ്കിലേ തീർച്ച പറയാൻ പറ്റൂ. തൽക്കാലം അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കുഞ്ഞു അവിടെയാണ്. വലിയ ശബ്ദമായിരുന്നു. അയൽക്കാർ കേട്ട് ഓടി വന്നപ്പോഴേക്കും കിണറ്റിൽ നിന്ന് വല്ലാത്ത പുകയാണ് ആദ്യം കണ്ടത്. ഒടുവിൽ നോക്കുമ്പോൾ കണ്ടു കിണറിന്റെ ഒരു അരികിൽ പിടിച്ചു നിൽക്കുന്ന ആലിസിനെ. 1-2 പേർ അപ്പോൾ തന്നെ അരഞ്ഞാൻ വഴി ഇറങ്ങി. മറ്റുള്ളവർ അമ്പരന്നു. ശബ്ദം കേട്ട് അയൽക്കാർ എത്തിയിട്ടും വീട്ടിനുള്ളിൽ നിന്ന് ആരും വന്നില്ല. അന്നക്കുട്ടിയോ റീനയോ ആലിസിന്റെ കെട്ടിയോനോ ആരും. 1-2 പേർ വീടിനുള്ളിൽ കയറി. അന്നക്കുട്ടിയോ റീനയോ സ്ഥലത്തില്ല. ജോയ്ക്കുട്ടി കൂർക്കം വലിച്ചുറങ്ങുന്നു. അവർ തട്ടി ഉണർത്തി. ആലിസ് കിണറ്റിൽ വീണു. കണക്കുകൂട്ടൽ എത്ര ശരിയായിരിക്കുന്നു. അവൻ വല്ലാതെ ആഹ്ലാദിച്ചു. ചാടി എണീറ്റ് ഓടി. കിണറ്റുകരയിൽ ചെല്ലുമ്പോഴോ ആളുകൾ ഒരു കസേര കെട്ടിയിറക്കുന്നു. ആലിസ് കിണറിന്റെ അകത്ത് വെള്ളത്തിന് മുകളിലായി അരഞ്ഞാങ്ങിൽ പിടിച്ച അവശയായിരിക്കുന്നു. കിണറ്റിനുള്ളിലും 2 പേർ. ജോയ്ക്കുട്ടി അറിഞ്ഞു, ആലിസ് ചത്തിട്ടില്ല. എല്ലാ ആകാശക്കോട്ടകളും തകർന്നു. ഇനി എന്തു ചെയ്യും? അവനും കൂടി കയറിൽ പിടിച്ച കസേര മുകളിലേക്ക് വലിച്ചു. ആലിസ് അത്യന്തം ദീനയായി കസേരന്മേൽ പറ്റി പിടിച്ചിരുന്നു. അവളുടെ തലയിലും കൈന്മേലും കാലിന്മേലും ഒക്കെ രക്തം. നനഞ്ഞൊട്ടിയ ഉടുതുണിയിലും രക്തം. കാൽപ്പത്തിയിൽ വല്ലാത്തൊരു മുറിവ്. ജോയ്ക്കുട്ടിക്ക് കാർ ഇറക്കേണ്ടി വന്നു. ആലിസിനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതായി വന്നു. അന്നക്കുട്ടി കരച്ചിലോട് കരച്ചിൽ. റീനയ്ക്ക് പക്ഷെ കരച്ചിലല്ല ഉണ്ടായത്, സംശയം. കിണറ്റുകരയിലെ ചവിട്ടുതടി എങ്ങനെ തെന്നിപ്പോവും? ഇല്ല, ഒരിക്കലും അതിന് സാധ്യതയില്ല. പ്ലാവിന്റെ 2 വലിയ കമ്പുകളാണ് ഏറ്റവും മുമ്പിൽ. കിണറിന്റെ 2 വശത്തു നിന്നും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അറ്റം കഴിഞ്ഞ് നീണ്ടു കിടപ്പുണ്ട്. കാലക്രമേണ വെള്ളം വീണ് ദ്രവിച്ച് ഒടിഞ്ഞു പോകാനല്ലാതെ തെന്നിപ്പോകാൻ യാതൊരു സാധ്യതയുമില്ല. റീന കിണറ്റുകരയിൽ പരിശോധിച്ചു. ബലം പ്രയോഗിച്ച് തന്നെ ഇളക്കി വെച്ചതാണെന്ന് ഒറ്റ നോട്ടത്തിൽ റീനയ്ക്ക് മനസ്സിലായി. അവൾ അത് അന്നക്കുട്ടിയെ വിളിച്ചു കാണിച്ചു. അവർ ഇടിവെട്ടേറ്റതുപോലെ നിന്നു. റീനയുടെ നിഗമനം ആയിരുന്നു മറ്റെല്ലാവർക്കും. നാട്ടുകാരും അത് തന്നെ പറഞ്ഞു. അവൻ ഒപ്പിച്ച വേലയാ, അവനെ പോലീസിൽ ഏൽപ്പിക്കണം. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. പറ്റത്തില്ലെങ്കിൽ അന്നച്ചേടത്ത് ഇങ്ങോട്ട് വിട്ടേരെ, ഞങ്ങൾ ഏറ്റു. ശരിയാ, അന്ന പെമ്പിളിക്ക് പറ്റത്തില്ലേല് ഒരു വാക്ക് മൂളിയാ മതി, കാറ് ഞങ്ങൾ ഏറ്റു. അന്നക്കുട്ടി പറ്റില്ല എന്ന് പറഞ്ഞില്ല, മൂളിയുമില്ല. ആഹാ, നിങ്ങളിത് എന്നാ പണിയാ ചേട്ടത്തി കാണിക്കുന്നത്? ഡ്രൈവർ അന്നക്കുട്ടിയുടെ അടുത്ത് വന്നു. ആ മനുഷ്യനെ പിടിച്ചിറക്ക്, എനിക്ക് പോകണം. അന്നക്കുട്ടി അപ്പോഴാണ് ബോധവതിയായത്. കറിയ അപ്പോഴും ടാക്സിക്കുള്ളിൽ കിടക്കുകയാണ്. അയാൾ ഉണർന്നിട്ടില്ല ഇതേവരെ. എടുത്തിറക്കണം. അന്നക്കുട്ടി സന്നദ്ധയായി. റീനയും എത്തി. ഡ്രൈവറും ഒരു കൈ സഹായിച്ചു. അയൽക്കാരും കറിയായെ വരാന്തയിൽ കൊണ്ടുവന്നു. റീന ഒരു പായ വിരിച്ചു. കറിയായെ അതിൽ കിടത്തി. ഡ്രൈവർക്ക് പണം കൊടുത്തു. അയാൾ പോയി. അന്നക്കുട്ടി അപ്പോൾ മുമ്പിലെത്തിയ ഒരു രൂക്ഷമായ പ്രശ്നത്തെ പകപ്പോടെ നേരിടുകയായിരുന്നു.
കറിയയെ എവിടെ കിടത്തും? പിന്നാമ്പുറത്ത് ആ പഴയ മുറി ഇന്നില്ല. തേച്ച് ഭംഗിയാക്കി വെള്ള വലിച്ച് ജോയ്കുട്ടി സ്വന്തം സാമ്രാജ്യമാക്കിയിരിക്കുന്നു. ഇപ്പുറത്തെ മുറി ഒഴിവാക്കാം എന്ന് വെച്ചാ റീനയും കൊണ്ട് അടുക്കളയിൽ കിടക്കണം. അടുക്കള വാതിലിന് ഒട്ടും അടച്ചുറപ്പില്ല. ജോയ്ക്കുട്ടി വീട്ടിലുള്ളിടത്തോളം കാലം വിശ്വസിച്ച് കിടക്കാൻ വയ്യ. പിന്നെ വരാന്തയുള്ളൂ ശരണം. ഇപ്പൊ മഴയില്ലല്ലോ. അന്നക്കുട്ടി 3-4 ചാക്കുകൾ കീറി കൂട്ടി തയ്ച്ച് വരാന്തയിൽ ഒരു മറയുണ്ടാക്കി തൽക്കാലത്തേക്ക്. കറയുടെ ഒരു കാലിൽ പഴയ ചങ്ങലയിട്ടു. അറ്റം വരാന്തയിലെ തൂണിമേൽ പൂട്ടി. ശരിക്കും ഒരു പട്ടിയെ പൂട്ടിയിടുന്നത് പോലെ. അന്നക്കുട്ടി കുറെ നേരം നോക്കി നിന്നു. കണ്ണു തുടച്ചു. ഞാൻ ആശുപത്രി വരെ ഒന്ന് പോവുക, അന്നക്കുട്ടി പറഞ്ഞു. ഞാനും, റീന പറഞ്ഞു. നീയും കൂടെ വന്നാലോ? അന്നക്കുട്ടി ആശങ്ക പ്രകടിപ്പിച്ചു. ഞാനിവിടെ വരാതിരുന്നാലോ? റീനയ്ക്ക് വല്ലാത്ത ഭയമായി. ഈ മനുഷ്യന്റെ കാര്യം ഓർത്തിട്ടാ. ഞാനിവിടെ ആലിച്ചേച്ചിയുടെ കൂടെ നിൽക്കാം. അമ്മച്ചി ഇങ്ങ് പോരെ, അച്ചായനും നോക്കാം. അതായിരിക്കും നല്ലത്. അന്നക്കുട്ടിയും ശരിവെച്ചു. അവർ അകത്തേക്ക് കടന്നു നോക്കി. ഇന്നലത്തെ കഞ്ഞിയോ മറ്റോ കാലത്തിലുണ്ട്. ഒരു പാത്രത്തിൽ അതെടുത്ത് കറിയൊക്കെ അരിയിൽ വെച്ചു. ഉണരുമ്പോ കഴിക്കട്ടെ, അല്ലെങ്കിൽ വിശന്നിട്ട് അലറും. അന്നക്കുട്ടിയും റീനയും കൂടി ഹോസ്പിറ്റലിൽ എത്തി. പൊട്ടിയും ചതഞ്ഞും കാലൊടിഞ്ഞും കൈയൊടിഞ്ഞും നടുവൊടിഞ്ഞും ഒക്കെ പ്ലാസ്റ്ററിൽ കിടക്കുന്ന അനേകം പേർക്കിടയിൽ ആലിസുമുണ്ട്. രോഗികളുടെ ബാഹുല്യം, ബെഡുകളുടെ പരിമിതി. ആലിസ് കിടക്കുന്നത് തറയിലാണ്. ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത വെള്ളത്തുണി വിരിച്ച് ആലിസ് കിടന്നു, തലയണ പോലും ഇല്ലാതെ. ഒരരികിൽ അവളുടെ കുഞ്ഞും. ആ കുഞ്ഞ് മൂത്രമൊഴിച്ചതാകാം. തുണിയാകെ നനഞ്ഞിരിക്കുന്നു. ആലിസിന്റെ തലയിൽ കെട്ടുണ്ട്. ഇടതു കൈമേലും വലതു കൈമേലും ബാൻഡേജ് ചുറ്റി കെട്ടിയിട്ടുണ്ട്. വലതുകാലിന്റെ പത്തിന്മേൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. അനങ്ങാനും തിരിയാനും കിടക്കാനും എണീക്കാനും വയ്യാത്തത്ര വേദന ശരീരത്തിന്. കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ അതിന്റെ വിശപ്പ് മാറ്റം പാല് കൊടുക്കാനോ ആലിസ് വല്ലാതെ വിഷമിച്ചു. അവളുടെ വിഷമം കണ്ട് ആരോ ആ കുഞ്ഞിനെ അവളുടെ മടിയിൽ എടുത്തു വെച്ചു കൊടുത്തു. അവൾ കാലുകൾ നീട്ടിയിരുന്നു. വേദന സഹിച്ച് പാല് കൊടുത്തു. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അന്നക്കുട്ടിയും റീനയും വന്നത്. അവരെ കണ്ടതോടെ ആലീസ് വലിയ വായിലേ നിലവിളിച്ചു. അവരും കരച്ചിലായി. എന്റെ പെണ്ണെ, ദൈവം രക്ഷിച്ചു, ഇല്ലെങ്കിൽ ദൈവം എന്നെ കൈവിട്ടത് അമ്മച്ചി. ആലീസ് തേങ്ങി. അല്ലെങ്കിൽ എന്തിനു ഞാൻ ചാകാതിരുന്നു? ചത്തിരുന്നെങ്കിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതാ. എന്നിട്ടും റീന കുഞ്ഞിനെ വാങ്ങി. അത് കരയാൻ തുടങ്ങി. അവൾ വാവാവോ പാടി കുഞ്ഞിനെ തോളിൽ കിടത്തി. എന്തി അവൻ? അന്നക്കുട്ടി അമർഷം പോണ്ട സ്വരത്തിൽ ചോദിച്ചു. ആലീസ് ചുമൽ കുലുക്കി. അറിയില്ലെന്ന്. ദ്രോഹി, ഇത്തരത്തിലാക്കിയിട്ട് ഈ നിലയിൽ കിടക്കുമ്പോ അവൻ വല്ല ഷാപ്പിലും കാണും. ആലീസ് മിണ്ടിയില്ല. അവൻ ഒരു കാലത്തും ഗുണം പിടിക്കുകയില്ല, ഒരു കാലത്തും. അത്രയ്ക്ക് കാലനാണ് അവൻ, അന്നക്കുട്ടി പതർച്ചയോടെ പറഞ്ഞു. തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ടുപോയി അവൻ തള്ളി, ചത്തു കിട്ടാനായിട്ട്. എത്ര എഴുത്തയച്ചെന്നോ ആ ആശുപത്രിയിലുള്ളവര്. ഒക്കെ ഇവൻ മേടിച്ച് ഒളിപ്പിച്ചു വെച്ചു. ആലീസ് അമ്മച്ചിയെ നോക്കി. അച്ചായന് ചത്തില്ല, ചാകാറായി. ഞാനിങ്ങ് കൊണ്ടുപോന്നു. കൊണ്ടുപോന്നെന്നോ? ആലീസിന്റെ കണ്ണിൽ ഭീതിയായി. കൊണ്ടുപോന്നു. ഇനി എന്നാ നോക്കാനാ? മര്യാദയായാലും മര്യാദകേടായാലും അവൻ പ്രശ്നമുണ്ടാക്കും. എന്നാ പിന്നെ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വെച്ചു. അന്നക്കുട്ടിയുടെ സ്വരത്തിൽ ദൃഢത. റീന എവിടെ നിൽക്ക്, നിന്റെ അടുത്ത്. ഞാൻ പോട്ടെ. അത് ഞാൻ എന്നെ ഒപ്പിക്കുമെന്ന് ആർക്കറിയാം. സന്ധ്യയ്ക്ക് മുമ്പ് അന്നക്കുട്ടി തിരിച്ചു പോരാൻ തയ്യാറായി. അപ്പോഴാണ് ജോയ്ക്കുട്ടിയുടെ വരവ്. അന്നക്കുട്ടിയെയും റീനയെയും അവൻ കണ്ടു. ആഹാ, എവിടെ ആയിരുന്നു അമ്മച്ചിയും അവളും കൂടി ഇന്നലെ സർക്കിട്ട്? അവൻ ചോദിച്ചു. അന്നക്കുട്ടി മിണ്ടിയില്ല. റീന ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചതേയില്ല. അവനെ കണ്ട ഭാവം നടിക്കാതെ അന്നക്കുട്ടി ധൃതിയിൽ പോകാനിറങ്ങി. ജോയ്ക്കുട്ടി അവർക്ക് മുമ്പിൽ നിന്നു. ആണുങ്ങൾ പേടിക്കാനില്ലാണ്ട് ജീവിച്ചങ്ങ് തരം കണ്ടുപോയി അല്ലയോ? ആരോടും ചോദിക്കാനില്ലാന്ന് കരുതിയോ? ആശുപത്രിയാണെന്ന് നോക്കാതെ ജോയ്ക്കുട്ടി ശബ്ദമുയർത്തി. എങ്ങോട്ടാ ധൃതിയില്? പറഞ്ഞിട്ട് പോയാ മതി. വാർഡിലുള്ളവരുടെ ശ്രദ്ധ അങ്ങോട്ടായി. കുറെ പേർ അവർക്ക് ചുറ്റും കൂടി. ആലീസ് സ്തബ്ധയായിരുന്നു. റീനയ്ക്കും തൊലി ഉരിഞ്ഞ മട്ടായി. അന്നക്കുട്ടി ശ്രദ്ധിച്ചു. ചുറ്റും ആൾക്കൂട്ടം. എല്ലാവരും തന്നെ നോക്കുന്നു. നിനക്ക് എന്താ അറിയേണ്ടത്? അന്നക്കുട്ടി പതിയെ ചോദിച്ചു. ചാമ്പഞ്ഞൊരുങ്ങി മകളെയും കൊണ്ട് നിങ്ങൾ ഇന്നലെ എവിടെ പോയതാണെന്ന്. ജോയ്ക്കുട്ടി അത്യന്തം പരിഹാസത്തോടെ തന്നെ ഉച്ചത്തിൽ ചോദ്യം ആവർത്തിച്ചു. തിരുവനന്തപുരം വരെ. കാര്യം? ജോയ്ക്കുട്ടിയുടെ കണ്ണുകളിൽ സംശയം. വ്യഭിചരിക്കാൻ, അന്നക്കുട്ടി കൂസാതെ പറഞ്ഞു. ജോയ്ക്കുട്ടിയുടെ നെറ്റി ചുളിഞ്ഞു. തള്ള, മര്യാദയ്ക്ക് പറ. മര്യാദയ്ക്ക് തന്നെ പറഞ്ഞത്. പിന്നെ ഒരാളിനെ ഞാൻ കൂടെ കൊണ്ടുപോന്നിട്ടുണ്ട്. തിണ്ടമേല് തൂണില് പൂട്ടിയിട്ടാ പോകുന്നത്. ജോയ്ക്കുട്ടി അവരെ തുറച്ചു നോക്കി. എന്താ മതിയോ? ഇനി നിനക്ക് വല്ലതും അറിയാനുണ്ടോ? അന്നക്കുട്ടി അമർഷത്തോടെ പല്ലു കടിച്ചു. ജോയ്ക്കുട്ടി വിളറി വിയർത്തു. മറ്റുള്ളവർ അവനെ തുറച്ചു നോക്കി. എടാ, നീ ഒരാണാണോ?
ആണ് പോലും ആണ്. നിന്റെ ആണത്തരമാടാ ഈ കാണുന്നത്. കിണറ്റിന്റെ പാലം ഇളക്കി വെച്ചിട്ട് നീ എന്റെ പെണ്ണിനെ കൊല്ലാൻ നോക്കി അല്ലേ? എനിക്ക് മനസ്സിലാകത്തില്ലെന്ന് കരുതി അല്ലടാ? എന്നിട്ട് എന്നതായിരുന്നു നിന്റെ പ്ലാൻ? എന്റെ മൂന്നാമത്തെ പെണ്ണിനെയും കൂടെ നിന്റെ ഭാര്യയാക്കാമെന്നോ? എടാ, ആലിസ് ചത്താല് ഒന്നുകിൽ ഞാൻ ആ കുഞ്ഞിനെ വളർത്തും, വയ്യാന്ന് തോന്നിയാല് കൊല്ലും. അല്ലാണ്ട് ആ പേരില് നിനക്ക് എന്റെ ഇനിയുള്ള ഒരു പെണ്ണിനെ കൂടി കിട്ടുമെന്ന് നീ ജന്മം കരുതണ്ടടാ. കുറ്റിക്കാട്ട ഭ്രാന്ത കറിയയുടെ കെട്ടുകള് അന്നക്കുട്ടിയാടാ പറയുന്നത്. നീ ചെവിയുമ്പോ നുള്ളിക്കോ. അന്നക്കുട്ടി വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി. ചെവി അടച്ച് ആട്ടി കിട്ടിയതുപോലെ ജോയിക്കുട്ടി തിരിച്ചു നടന്നു. അമ്മച്ചി പറഞ്ഞത് അത്രയും ആലീസിനും റീനയ്ക്കും ഇഷ്ടമായി. ആലീസ് കണ്ണുമടച്ച് ഒന്നും കേട്ടില്ലെന്ന് ഭാവിച്ചു കിടന്നു. റീന കുഞ്ഞിനെയും കൊണ്ട് പിന്തിരിഞ്ഞു നടന്ന് വാർഡിനുള്ളിൽ വെറുതെ ചുറ്റിക്കറങ്ങി. ജോയിക്കുട്ടിയുടെ ചുറ്റും കൂടി നിന്നിരുന്നവർ അവനെ തുറച്ചു നോക്കി. എന്നതാ ഉവേ ആ തള്ള പറഞ്ഞത്? ഒരാൾ ചോദിച്ചു. ഒലക്കപ്പെണ്ണാക്ക്, ജോയിക്കുട്ടി ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. വീടിന്റെ മുമ്പിലെത്തിയ അന്നക്കുട്ടി നടുങ്ങി നിന്നു. വീട്ടുമുറ്റത്ത് വലിയൊരു ആൾക്കൂട്ടം. ആൾക്കൂട്ടത്തിന് നടുവിൽ അലർച്ച. അലർച്ചയ്ക്ക് അകമ്പടിയായി ചങ്ങല കിലുക്കം. ഒരു ഉൾക്കിടിലത്തോടെ അന്നക്കുട്ടി കണ്ടു. ആളുകൾക്കിടയിൽ കറിയ പരിപൂർണ നഗ്നനായി. അന്നക്കുട്ടിയും റീനയും ഹോസ്പിറ്റലിലേക്ക് പോയി. അധിക നേരം കഴിയും മുമ്പ് കറിയ ഉറക്കം തെളിഞ്ഞു. അയാൾ 4 പാട് നോക്കി. പ്രാന്താശുപത്രിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നിയിട്ടോ, അതോ സ്വന്തം വീടാണെന്ന് മനസ്സിലാക്കിയിട്ടോ, അതോ വിശപ്പും ശരീരത്തിലെ വ്രണത്തിലെ വേദനയും അധികരിച്ചിട്ടോ എന്തോ അയാൾ അലറി വിളിച്ചു. ആൾക്കാർ കൂടി. വിശന്നിട്ടായിരിക്കും. അവർ കപ്പയും പലഹാരങ്ങളും കൊണ്ടുവന്നു. അടുക്കാൻ ഭയം. കടലാസിൽ പൊതിഞ്ഞു കെട്ടി ഇട്ടുകൊടുത്തു. കറിയ അതൊക്കെ തിന്നെങ്കിലും ബഹളം കുറഞ്ഞില്ല. പൊട്ടിയിരിക്കുന്ന ദുർബലമായ ആ തൂണ് അയാൾ പിടിച്ചു കുലുക്കി. തൂണും അതിനു മുകളിലെ ഉത്തരവും കഴുക്കോലും ഇളകാൻ തുടങ്ങി. അപ്പോഴാണ് അന്നക്കുട്ടിയുടെ വരവ്. അവർ ആദ്യം സ്തംഭിച്ചു നിന്നുപോയി. എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാനായി അന്നക്കുട്ടി അടുത്തേക്ക് നടന്നു. കറിയ അന്നക്കുട്ടിക്കിട്ട് ഒരു തട്ട് കൊടുത്തു. അവർ തെറിച്ചു ദൂരെ. പിന്നെയും അയാൾ തൂണ് പിടിച്ചു കുലുക്കിയാണ്. നാട്ടുകാർ പരസ്പരം നോക്കി, പരസ്പരം സംസാരിച്ചു. പിന്നെ കൂട്ടായ തീരുമാനത്തിന്റെ പുറത്ത് അവർ ഒന്നു ചേർന്ന് കറിയായി പിടിച്ച് കെട്ടിയിട്ടു. ഇയാളെ ഈ വരാന്തിൽ ഇനിയും കിടത്തിയാൽ ശരിയാകത്തില്ല. ഇത് ഞാനിതെല്ലാം ഇടിച്ചു നിരത്തും. മറ്റേതെങ്കിലും വഴി കാണണം. നാട്ടുകാർ തന്നെ വഴിയുണ്ടാക്കി. ഒരു കന്നുകാലിക്കൂടിന്റെ അവശിഷ്ടങ്ങൾ പറമ്പിലുണ്ട്. കുറെ കമ്പുകളും തൂണും ഓലയും ഓരോരുത്തരായി കൊണ്ടുവന്നു. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ആ കന്നുകാലിക്കൂട് ശരിയാക്കി. പഴയ ഓല മാറ്റി പുതിയ ഓല മേഞ്ഞു കെട്ടി. കറിയായെ ആ ഷെഡിലാക്കി ബന്ധിച്ചിട്ടു. അയാളെ ഷെഡ് വലിച്ചിളക്കാതിരിക്കാൻ 2 കാലിനും കൂടെയാണ് ചങ്ങലയിട്ടതും. എല്ലാം കഴിഞ്ഞപ്പോ രാവേറെയായി. അന്നക്കുട്ടി സ്തബ്ധയായി വരാന്തയിലിരുന്നു. പ്രത്യേകിച്ച് യാതൊരു ശല്യവുമില്ലാതെ ഇത്തിരി ആഹാരം മാത്രം ചോദിച്ച് ഈ വീടിനുള്ളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യനാണ്. രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടിപ്പോ ഈ നിലയിലായി. പുതിയ ഷെഡിനുള്ളിൽ കിടന്ന് കറിയ അലറുകയും നിലവിളിക്കുകയും ഷെഡ് പിടിച്ച് കുലുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. 2 കാലിനും പൂട്ടുള്ളതിനാൽ ശരിക്ക് എണീക്കാനോ നിൽക്കാനോ വയ്യ. അല്ലായിരുന്നെങ്കിൽ ആ ഷെഡ് അയാൾ നിലംപരിശാക്കുമായിരുന്നു. പിറ്റേന്ന് രാവിലെ അന്നക്കുട്ടി ഹോസ്പിറ്റലിൽ പോയി. അന്നക്കുട്ടി ഹോസ്പിറ്റലിൽ ചെന്ന് ആലിസിന്റെയും കുഞ്ഞിന്റെയും സംരക്ഷണം ഏറ്റതോടെ റീന തയ്ക്കാൻ പോയി. ഇല്ലെങ്കിൽ കഞ്ഞി കുടിക്കണ്ടേ? ആനി മരിച്ചത് പിന്നെ ജോയിക്കുട്ടി പണം ഒന്നും തരാറില്ല. തന്നാലും അന്നക്കുട്ടി വാങ്ങാറുമില്ല. വൈകുന്നേരം റീന ഹോസ്പിറ്റലിൽ വന്നിട്ട് അന്നക്കുട്ടി വീട്ടിലേക്ക് പോരും. അങ്ങനെ കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു ഓരോ ദിവസവും. ജോയിക്കുട്ടി ചില ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ എത്തും. എത്തിയ അന്ന് വഴക്കാണ് താനും. അവന്റെ വരവും ആലിസിന്റെ നേരെയുള്ള ശകാരവും പ്രകടനവും ഹോസ്പിറ്റലിലുള്ള ചിലർക്ക് രസമാണ്, ചിലർക്ക് ശല്യവും. അവൻ പോയി കഴിഞ്ഞാൽ അവർ ആലിസിന്റെ നേർക്ക് തിരിയും. ജോയിക്കുട്ടിയെ വിമർശിക്കും. അവൾക്ക് സഹി കെട്ടു. അപ്പോഴാണ് ജോയിക്കുട്ടി പുതിയൊരു പരിപാടി ആവിഷ്കരിച്ചത്. പകൽ വീട്ടിനുള്ളിൽ ആരുമില്ലല്ലോ. ജോയിക്കുട്ടി കാറിൽ വീട്ടുമുറ്റത്തെത്തും. കാറിനുള്ളിൽ ഒരു പെണ്ണുണ്ടാകും. കുറെ കഴിയുമ്പോ തിരിച്ചു പോകും. വൈകുന്നേരം വരുന്ന അന്നക്കുട്ടിയോ ഷെഡിനുള്ളിൽ കിടന്ന് അലറുന്ന കറിയായോ ആ സംഭവം അറിഞ്ഞില്ല. പക്ഷെ 3-4 ദിവസം കഴിഞ്ഞപ്പോ കുറെ പേർ അന്നക്കുട്ടിയെ വളഞ്ഞു. അന്നച്ചേട്ടത്തി, ഈ പണി നടപ്പില്ല. അയലോക്കത്ത് ഞങ്ങൾ വീടായി കുടിയായി കഴിയുന്നതാണ്. നിങ്ങളുടെ മരുമകനെ ഞങ്ങൾ കെട്ടുവന്റെ കൂടെ പൂട്ടിയിടും. കാര്യം പറയാന്റെ കൂട്ടരെ അവരെന്നാ ചെയ്തു? അന്നക്കുട്ടി ചോദിച്ചു. അവർ കാര്യം പറഞ്ഞു. അന്നക്കുട്ടി തലയിൽ കൈവച്ചു പോയി. നിങ്ങൾ നോക്കിക്കോ, ഇപ്പോഴവൻ കൊല്ലാൻ നോക്കിയതേ ഉള്ളൂ. നിങ്ങളുടെ മകളെ അവൻ അധികം വൈകാതെ ശരിയാക്കും, അത് തീർച്ചയാ, ഒരാൾ പറഞ്ഞു. അതെങ്ങനെ ആട്ടെ, കൊല്ലുകയോ തിന്നുകയോ ചെയ്യട്ടെ. പക്ഷെ ഓരോ ദിവസം ഓരോന്നിനും കൊണ്ടുള്ള ഈ വരവ്, അതും പട്ടാപ്പകല്, അതിവിടെ നടപ്പില്ല. 3 തരം, മറ്റൊരാൾ പറഞ്ഞു. ഞാൻ മടുത്തെന്റെ കൂട്ടരെ. ഗുണവും ദോഷം അവനോട് മേല. അവൻ ഓടിക്കുന്ന കാർ എവിടെയും ചെന്നടിച്ച് ചാകണേന്നാ
ഞാനിപ്പോ 3 നേരം പ്രാർത്ഥിക്കുന്നെ. അന്നക്കുട്ടി കണ്ണീരോടെ തുടർന്നു. നിങ്ങൾ എന്നാ വേണേലും ചെയ്യ്, എന്നെ കൊണ്ട് ത്രാണിയില്ല എനിത്ത. കൊല്ലുകയോ കെട്ടിത്തൂക്കുകയോ. മുഴുമിപ്പിക്കാതെ വേച്ച് വേച്ച് അന്നക്കുട്ടി മുന്നോട്ട് പോയി. പുരയ്ക്കുള്ളിൽ കയറി തളർന്നു കിടന്നു. പിറ്റേന്ന് നാട്ടുകാർ കാത്തിരുന്നു. ഉദ്ദേശിച്ചതുപോലെ ജോയിക്കുട്ടി വന്നു. കൂടെ ഒരു പെണ്ണും. തെല്ലിട കഴിഞ്ഞതോടെ നാട്ടുകാർ വീട് വളഞ്ഞു. ഇറങ്ങി വാടാ വരത്തം പട്ടി, നിന്നെ കുറച്ചു നാളായി ഞങ്ങൾ നോട്ടമിടുന്നു. നീ കുറെ നാളായി ഇവിടെ കിടന്ന് ആള് കളിക്കുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതി എന്തു കാണിക്കാമെന്നാണാടാ നോയെ. ജോയിക്കുട്ടി ഇറങ്ങി വന്നത് സംഹാരരുദ്ധനായിട്ട്. കയ്യിൽ വെട്ടുകത്തി. വന്നപാടെ തെറി അഭിഷേകം. വെട്ടുകത്തി വീശി ഓങ്ങിക്കൊണ്ടാണ് വരവ് തന്നെ. കരുതിയാണ് മറ്റുള്ളവർ നിന്നത്. 4 വശത്തുനിന്നും അടി വീണു. ജോയിക്കുട്ടിക്ക് എതിർക്കാൻ പഴുത് കിട്ടിയില്ല. നിന്നെ മര്യാദ പഠിപ്പിക്കാമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ആഹാ, കണ്ടെടുത്തുനിന്ന് വന്ന് ഇവിടെ ആള് കളിക്കുന്നു. നിന്നെ കൊണ്ട് വെട്ടിത്തൂക്കിക്കോളാനാ ഇവിടുത്തെ തള്ള പറഞ്ഞത്. അടികൊണ്ട് വീണ് കിടക്കുന്ന ജോയിക്കുട്ടി ആ വാക്കിന് അടിവരയിട്ടു. അപ്പോ തള്ള ഏർപ്പാട് ചെയ്തത് ചലിച്ചതാണല്ലേ. അകത്ത് നിന്നവർ പെണ്ണിനെ പിടിച്ചിറക്കി. സ്ത്രീകളാണ് അവളെ കൈകാര്യം ചെയ്തത്. എല്ലു പിടിച്ച 20-ൽ താഴെ പ്രായമുള്ള ഒരു പെണ്ണ്. തല്ലുകൊണ്ട് അവൾ ഓടുകയായിരുന്നു. ജോയിക്കുട്ടിയെ പിടിച്ചെണീപ്പിച്ച് നിർത്തി ഒരാൾ പറഞ്ഞു, നിന്നെ കൊന്നു കെട്ടിത്തൂക്കാൻ ഞങ്ങൾക്ക്, പക്ഷെ ചെയ്യുന്നില്ല. ഇവിടുത്തെ തള്ളയോർത്ത് ക്ഷമിക്കുകയാണ്. മേലിൽ ഈ പണിക്ക് ഈ വീട്ടിൽ വന്നാലുണ്ടല്ലോ, കുടലെടുത്ത് പുരപ്പുറത്ത് ഉണക്കാനിടാം. ആ സൂക്ഷിച്ചോ. പാദം മുതൽ ആളി കത്തി പടർന്നു കയറുന്ന ഒരു വലിയ ജ്വാലയായി തീരുകയായിരുന്നു ജോയിക്കുട്ടി. എല്ലാം അന്നക്കുട്ടിയിൽ നിന്ന് അറിഞ്ഞപ്പോ മരവിച്ചിരുന്നു പോയി ആലീസ്. എന്താണ് കേൾക്കുന്നതൊക്കെ? തന്റെ വീട്ടിൽ ആരുമില്ലാത്ത തക്കത്തിന് പെണ്ണുങ്ങളെ കൊണ്ടുവന്നു എന്നോ, നാട്ടുകാർ പിടികൂടി തല്ലി എന്നോ, ഇതിൽ പരം നാണക്കേടുള്ള ഒരു വാർത്ത മറ്റെന്താണ്? ആലീസ് മനസ്സിൽ പറഞ്ഞു. നാട്ടുകാരെങ്കിലും പിടികൂടി കണക്കിന് കൊടുത്തല്ലോ, നന്നായി. ദ്രോഹി, പിശാച്. അയാൾ ഇനി തന്റെ കെട്ടുവാനല്ല, തന്റെ കുഞ്ഞിന് അപ്പനുമല്ല. അയാൾ വെറും പിശാച്ചാണ്. എന്നെ അയാളെ ഇറക്കിവിടേണ്ടതായിരുന്നു. റീനയുടെ വിവാഹാലോചനകൾ മുടങ്ങിയപ്പോ, ആനി ചേച്ചി മരിച്ചപ്പോ ഒന്നിനും കഴിഞ്ഞില്ല. ഇനി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ക്രൂരൻ, തന്നെ കൊല്ലാൻ ശ്രമിച്ച കാലൻ. ഒരിക്കൽ താൻ ആശുപത്രി കിടന്നപ്പോ വീട്ടിൽ തന്റെ ചേച്ചിയോടൊപ്പം താമസിച്ചു. ഇന്ന് ചേച്ചിയില്ല, പകരം മറ്റു പെണ്ണുങ്ങളെ. അയാൾക്ക് അത്തരം നീച സ്വഭാവങ്ങൾ ഉണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷെ വീട്ടിൽ കൊണ്ടുവരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ജോയിക്കുട്ടി ഹോസ്പിറ്റലിൽ വന്നത് പിറ്റേന്നാണ്. കുടിച്ച് ലെവലില്ലാതെ. കയ്യിൽ അരക്കുപ്പി ചാരായം അപ്പോഴുമുണ്ട്. ആലിസിന്റെ അടുത്ത് വന്ന് അവൻ നിന്നു. അവൾ ഗൗനിച്ചില്ല. കാലുകൊണ്ട് അവൻ അവളെ തട്ടി. തള്ളയും മോളും കൂടി നാട്ടുകാരെ വിട്ടെന്നെ തല്ലിച്ചു അല്ലേ? നീ അങ്ങ് വന്നേരെ, ഞാൻ അവിടെ തന്നെ ഉണ്ട്, കാണിച്ചു തരാം. പാലത്തെങ്കിലും ജോയിക്കുട്ടി ആരാന്ന്. വന്നേരെ, ഞാൻ എവിടെ നോക്കിയിരിക്കാം. ജോയിക്കുട്ടി ഇറങ്ങി നടന്നു. മൂർഖനാണ് അയാൾ, കൈമൂർഖൻ. കൊത്താതെ അടങ്ങുകയില്ല. എന്തെങ്കിലും ചെയ്യും. തടയണം, തടഞ്ഞേ പറ്റൂ. ഇനിയും ഉപദ്രവം ഏൽക്കാനും ആശുപത്രി കിടക്കാനും വയ്യ. തനിക്ക് വേണ്ടി അമ്മയും റീനയും വല്ലാതെ പാടുപെടുന്നു. പൈസയാണെങ്കിൽ ഒന്നുമില്ല. ചളുങ്ങി ആ സ്വർണ്ണമാല വിറ്റിട്ട് അധികം ഒന്നും കിട്ടിയില്ല. കിട്ടിയത് തീരുകയും ചെയ്തു. അച്ചായനെ തിരുവനന്തപുരത്തു നിന്നും കൊണ്ടുവന്ന ടാക്സി കൂലിക്ക് തന്നെ ആയി അതിന്റെ നല്ലൊരു ഭാഗം. എല്ലാം കൊണ്ട് വിഷമം. ആ കൂടെ അയാളുടെ ഉപദ്രവം കൂടി ആയാലോ. പിറ്റേന്ന് ആലീസിനെ ഡിസ്ചാർജ് ചെയ്തു. അവക്ക് ശരിക്ക് കാലുകുത്താറായില്ല. ഒരു കയ്യിൽ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് തന്നെ അന്നക്കുട്ടി അവളെ മെല്ലെ താങ്ങി പിടിച്ചു നടത്തി. ബസ് സ്റ്റോപ്പിലെത്തി. വണ്ടിയിൽ കയറി. വണ്ടി കുറച്ച് നീങ്ങിയതും പെട്ടെന്ന് ആലീസ് പറഞ്ഞു, വണ്ടി നിർത്തണം, ആളിറങ്ങണം. അന്നക്കുട്ടി അമ്പരന്നു. ഇവിടെ എന്തിനിറങ്ങണം? ആലീസ് ഇറങ്ങുകയാണ്. എന്തിനെന്ന അന്നക്കുട്ടിയുടെ ചോദ്യത്തിന് മറുപടിയില്ല. അന്നക്കുട്ടിക്കും കൂടെ ഇറങ്ങേണ്ടതായി വന്നു. ആലീസ് വണ്ടി വന്ന വഴിക്ക് തന്നെ നടന്നു. കുറച്ചു ദൂരം, പിന്നെ നിന്നു. ഒരു ഗേറ്റിങ്കിൽ അന്നക്കുട്ടി പകപ്പോടെ കണ്ടു പോലീസ് സ്റ്റേഷൻ. എന്റെ ഈശോയെ! അന്നക്കുട്ടിക്ക് ഭീതിയുണ്ടായി. മകളുടെ ഉൾത്തുടുപ്പും ഉള്ളിലെ തീരുമാനവും ഒറ്റ നിമിഷം കൊണ്ട് അന്നക്കുട്ടി അറിഞ്ഞു. ആലീസ് പതറിയില്ല. ഏന്തി ഏന്തി നടന്നു. ഇൻസ്പെക്ടർക്ക് മുമ്പിൽ നിന്നു. അവളുടെ തലയിലെ കെട്ട്, ഏന്തി ഏന്തിയുള്ള നടത്തം, ക്ഷീണിച്ച ശരീരം, അലകടൽ പോലെ തിരയാർക്കുന്ന മുഖം, എല്ലാം കൂടി ശ്രദ്ധിച്ചപ്പോൾ ഇൻസ്പെക്ടർ നെറ്റി ചുളിച്ചു. എന്തു വേണം? അദ്ദേഹം ചോദിച്ചു. ആലീസ് അവളുടെ കഥ പറഞ്ഞു. ഒടുവിൽ അവൾ കൂട്ടിച്ചേർത്തു, ഡിസ്ചാർജ് ചെയ്ത് ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. എന്നെ കൊന്നോട്ടെ, ജീവിക്കാനുള്ള എന്റെ ആശ തീർന്നു കഴിഞ്ഞു. എന്റെ അമ്മച്ചിയും അനിയത്തിയെങ്കിലും രക്ഷപ്പെടണം. അതാണ് എന്റെ ആവശ്യം. നിങ്ങൾ ഒരു പരാതി എഴുതി തരൂ. ഇൻസ്പെക്ടർ അവൾക്ക് ഒരു പേപ്പറും പേനയും നൽകി. ജോയിക്കുട്ടി പലതവണ കയറിയിട്ടുള്ള സ്റ്റേഷനാണത്. അതുകൊണ്ട് തന്നെ അവന്റെ പേര് കേട്ടപ്പോഴേ ഇൻസ്പെക്ടർക്ക് ആളെ പിടികിട്ടി. അങ്ങേരുമൊത്ത് എനിക്കിനി ജീവിക്കണ്ട. അങ്ങേര് എനിക്കൊന്നും തരികയും വേണ്ട.
ജോലി ചെയ്ത് ഞാൻ ഈ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാം. എനിക്ക് ഈ ബന്ധം വിടർത്തി കിട്ടിയാൽ മാത്രം മതി. അന്നക്കുട്ടി മകളെ ഉറ്റുനോക്കുകയായിരുന്നു. എന്താണ് ഇവളി പറയുന്നതൊക്കെ? അനേകം തവണ അവളോട് ആവശ്യപ്പെടാൻ നാവെടുത്ത കാര്യമാണ്. എന്നാലും അവൾ അത് പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം, ചങ്ക് പൊട്ടിപ്പിളരുന്ന ദണ്ണം. ഈ രാജ്യത്ത് അനേകം കുടുംബങ്ങളിൽ അരങ്ങേറുന്ന നാടകങ്ങളുടെ ഒരു പ്രതിനിധിയാണ് അവളെന്ന് ഇൻസ്പെക്ടർക്ക് തോന്നി. മദ്യപിക്കുകയും ഭാര്യയെ കാരണമില്ലാതെ ഉപദ്രവിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും മറ്റു സ്ത്രീകളെ പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്ന അനേകായിരം പേരുണ്ട്. ആലിസും അന്നക്കുട്ടിയും അവിടെ നിന്നിറങ്ങി വീണ്ടും വണ്ടിയിൽ കയറി. വല്ല വിധേനയും വീട്ടിൽ വന്നെത്തി. ആലിസിന്റെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അന്നക്കുട്ടി ചെവിയോർത്തു. കറിയയുടെ അനക്കമൊന്നുമില്ല. ഉറങ്ങുകയാവും. ഉണരും മുമ്പ് എന്തെങ്കിലും ഉണ്ടാക്കണം. അന്നക്കുട്ടി അടുക്കളയിലേക്ക് കയറി ധൃതിയിൽ അടുപ്പിൽ തീ പൊട്ടി. ഇന്നലെ വാങ്ങിയതിൽ ബാക്കി വന്ന കുറെ കപ്പയുണ്ട്. അന്നക്കുട്ടി അത് തുണ്ടമാക്കി പൊളിച്ച അടുപ്പത്ത് വെച്ചു. അപ്പുറത്തെ അടുപ്പിൽ കഞ്ഞിക്കലവും വെച്ചു. വല്ല വിധേനയും കഞ്ഞിയും കപ്പയും വേവിച്ചെടുത്തു. കറിയൊന്നുമില്ലെങ്കിലും കറിയെ കഴിച്ചുകൊള്ളും. അല്ലെങ്കിൽ എന്ത് രുചിനോട്ടം. അന്നക്കുട്ടി കഞ്ഞിയും കപ്പയും ഒരു പാത്രത്തിൽ തന്നെ വിളമ്പി. വച്ചതിൽ മുക്കാലും ആ പാത്രത്തിലുണ്ട്. അതുമായി ആ കന്നുകാലിക്കുട്ടിലേക്ക് ചെന്നു. ഉണർന്നിട്ടില്ല, കിടപ്പാണ്. പാത്രം വെച്ചിട്ട് പോരാം, ഉണരുമ്പോ കഴിക്കട്ടെ. അങ്ങനെ കരുതിയാണ് അവർ അടുത്തു ചെന്നതും വല്ലാത്തൊരു അപശബ്ദം അവരിൽ നിന്ന് പുറപ്പെട്ടു. ചൂട് കഞ്ഞിയും കപ്പയും നിറച്ചിരുന്ന ചെരുവം കയ്യിൽ നിന്ന് താഴെ വീണു. മലർന്നു കിടക്കുന്ന കറിയായുടെ കണ്ണിലും മൂക്കിലും വായിലും ചോണനുറുമ്പുകൾ. കണ്ണിലും മൂക്കിലും വായിലും മാത്രമല്ല, ശരീരത്താകമാന ഉറമ്പുകൾ. എപ്പോൾ ഇത് സംഭവിച്ചു? രാവിലെ തൂങ്ങി പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് ആലിസിനെ കൊണ്ടുവരാൻ ആശുപത്രിയിലേക്ക് പോയത്. അതിനുശേഷമാണല്ലോ ഈശോയെ. അന്നക്കുട്ടി നെഞ്ചത്ത് കൈവച്ച് വിലപിച്ചു. ആരോരുമില്ലാതെ, തുള്ളി വെള്ളം ഇറക്കാതെ കന്നുകാലിക്കൂട്ടിൽ വെച്ചുള്ള മരണം. താൻ ഈ ലോകത്ത് പെട്ടെന്ന് ആരുമില്ലാതായി തീർന്നതുപോലെ അങ്ങനെ തോന്നി അന്നക്കുട്ടിക്ക്. ഭർത്താവിന്റെ സ്ഥാനത്ത് ഒരാളുണ്ടായിരുന്നു ഇതുവരെ. അന്നക്കുട്ടി അറിഞ്ഞു. ഇപ്പോ താൻ വിധവായിരിക്കുന്നു. എന്റെ പിതാവേ! അവർ ഉറക്കെ നിലവിളിച്ചു പോയി. ആ നിലവിളി ആലീസ് കേട്ടു. അയൽക്കാർ കേട്ടു. നിമിഷം കൊണ്ട് അവർ ഓടിയെത്തി. എല്ലാ മുഖങ്ങളിലും സഹതാപം നിറഞ്ഞു. ഓ, അത് ഞാൻ ചാകട്ടെ. വർഷം എത്രയായി കിടന്നു നരകിക്കുന്നു. മരുമോന്റെ ചികിത്സ കാരണം പെട്ടെന്ന് അതിയാന്റെ തല പോയി. ഏതായാലും അന്നക്കുട്ടി രക്ഷപ്പെട്ടു. പലരും പരസ്പരം പറഞ്ഞു, രക്ഷപ്പെട്ടോ? അന്നക്കുട്ടിക്ക് അങ്ങനെ തോന്നിയില്ല. ഭർത്താവ് മരിക്കുന്നത് ആർക്കെങ്കിലും രക്ഷപ്പെടലാണോ? നാട്ടുകാർ തന്നെ അയാളെ തൊഴിലിൽ നിന്ന് വേർപെടുത്തിയെടുത്തു. മുറ്റത്ത് താൽക്കാലിക പന്തലിട്ട് കിടത്തി. അച്ഛനെ വിവരം അറിയിച്ചു. അച്ഛനും കപ്പിയാരും വന്നു. പ്രാർത്ഥിച്ചു. ജോയിക്കുട്ടിയെ അറിയിക്കാൻ ആരും ശ്രമിച്ചില്ല. കുറച്ചു സമയം കാത്തു. പിന്നെ അവൻ എത്താതെ തന്നെ ശരീരം പള്ളിയിലേക്ക് എടുത്തു. ഞാൻ വിധവയായല്ലോടി മക്കളെ. ആലിസിനെയും റീനയെയും കെട്ടിപ്പിടിച്ച അന്നക്കുട്ടി മുറവിളി കൂട്ടി. പിറ്റേന്ന് ആലിസ് അറിഞ്ഞു ജോയിക്കുട്ടിയെ പോലീസ് പിടിച്ച് ലോക്കപ്പിലിട്ടിരിക്കുന്നുവെന്ന്. ഇടിവെട്ടേറ്റതുപോലെ അവൾ നിന്നുപോയി. ആരോ അന്നക്കുട്ടിയോട് പറഞ്ഞു. അന്നക്കുട്ടിയാണത് ആലിസിനോട് പറഞ്ഞത്. ആലിസിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഭ്രാന്ത് പിടിച്ചിട്ടും 18 വർഷം ഭർത്താവിന് ആഹാരം കൊടുത്ത് സ്നേഹപൂർവ്വം പരിചരിച്ച ഒരമ്മച്ചിയുടെ മകളാണവൾ. എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും എത്രയൊക്കെ ശല്യപ്പെടുത്തിയിട്ടും ഓരോ കാര്യവും സുബോധമില്ലാതെ ഭർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അന്നക്കുട്ടി. കറിയ മനസ്സിലാക്കുമെന്നോ പരിഹാരം നിർദ്ദേശിക്കുമെന്നോ കരുതിയിട്ടല്ല. പക്ഷേ അതായിരുന്നു അവരുടെ മാനസിക സംതൃപ്തി. നാട്ടുകാരേവരും കറിയയുടെ മരണം ഏറ്റവും നന്നായി എന്ന് പറഞ്ഞപ്പോഴും വിധവയായി എന്ന് പറഞ്ഞു കരഞ്ഞ അന്നക്കുട്ടി. ആ സ്ത്രീയുടെ വയറ്റിൽ പിറന്നവളാണ് ആലിസ്. താൻ ഭർത്താവിന്റെ ദ്രോഹം സഹിക്കാൻ തുടങ്ങിയിട്ട് വെറും 1.5 വർഷം. അമ്മച്ചിയെ അപേക്ഷിച്ച അത് എത്ര നിസ്സാരം. അതേ നിമിഷം തന്നെ അവൾ ഓർത്തു, തന്റെ അമ്മച്ചി സഹിച്ചത് സുബോധമില്ലാത്ത മനുഷ്യന്റെ ചെയ്തികളാണ്. ബോധം നഷ്ടപ്പെടും മുമ്പ് അച്ചായൻ പകർന്നു നൽകിയിട്ടുള്ള സ്നേഹത്തിന്റെ തേൻചാലുകൾ അമ്മച്ചി മറന്നിട്ടുണ്ടാവില്ല. തന്റെ ഭർത്താവിന് സുബോധമുണ്ട്. ഓർമ്മിച്ചു വെക്കാൻ തനിക്ക് ഒരിറ്റ് തേൻതുള്ളി പോലും തന്നിട്ടുമില്ല. അല്ലെങ്കിലും പോലീസിൽ താൻ പരാതി പറഞ്ഞത് തന്റെ ജീവൻ രക്ഷിക്കാനുമല്ല. അമ്മച്ചിക്ക് ഇതിലധികം സഹിക്കാൻ വയ്യ, റീനയ്ക്കും. അതുകൊണ്ടാണ്. അന്നക്കുട്ടി സ്തംഭിച്ചിരുന്നത് മറ്റൊന്നോർത്തിട്ടാണ്. ലോക്കപ്പിൽ കിടക്കുന്ന ജോയിക്കുട്ടിയെ അവർ വിടാതിരിക്കുമോ? വിടും. വിട്ടുകഴിഞ്ഞാലോ? അവൻ നേരെ വരിക ഇങ്ങോട്ട് തന്നെയാണ്. വിളുക്കാൻ തേച്ചത് പാണ്ടായില്ലേ? ആയി. അതാണ് സത്യം. ജോയിക്കുട്ടിയെ പോലീസ് പിടികൂടിയത് ടാക്സി സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ്. പിടികൂടുമ്പോ പട്ടച്ചാരത്തിൽ മുങ്ങിയാണ് അവൻ നിന്നതും. മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ തുടങ്ങി എന്നത് തന്നെ ഒന്നാമത്തെ ചാർജ്. പിടികൂടാൻ ചെന്ന പോലീസിനെ അവൻ ചീത്ത വിളിക്കുകയും പിടിച്ചപ്പോൾ കുതറി ബഹളം വെക്കുകയും ചെയ്തു. അത് 2ാമത്തെ ചാർജ്. സ്ത്രീപീഡനം 3ാമത്തെ ചാർജ് ആകുന്നുള്ളൂ. 3 ചാർജും പോരാത്തതിന് അവന്റെ ഉള്ളിൽ കിടന്നിരുന്ന ചാരായത്തിന്റെ ത്രസിപ്പും കൂടി ആയപ്പോൾ
ലോക്കപ്പിൽ ജോയിക്കുട്ടിക്ക് കിട്ടിയത് ഒന്നാം തരം ഒരു വിരുന്നാണ്. 3-ാം ദിവസമേ പുറത്തിറങ്ങാൻ പറ്റിയുള്ളൂ. എങ്ങനെയോ കേട്ടറിഞ്ഞ് അവന്റെ അപ്പൻ അവറാച്ചൻ തന്നെയാണ് വന്ന് ജാമ്യത്തിലിറക്കിയത്. നേരെ നിൽക്കാൻ തന്നെ അവൻ പാടുപെട്ടു. നല്ല നടപ്പിന് ജാമ്യം എഴുതി ഒപ്പിടേണ്ടി വന്നു. മേലാൽ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുകയില്ല. മേലാൽ ഭാര്യയുമായി വഴക്കുണ്ടാക്കുകയോ ഭാര്യയെ ഉപദ്രവിക്കുകയോ ചെയ്യില്ല. പാലത്തുങ്കൽ ജോയിക്കുട്ടി ഒപ്പ്. സാക്ഷിയായി പാലത്തുങ്കൽ അവറാച്ചൻ ഒപ്പ്. ജോയിക്കുട്ടി പല്ലുകൾ കടിച്ചു പൊട്ടിച്ചു. സ്റ്റേഷന് പുറത്തിറങ്ങിയതോടെ അവറാച്ചൻ കൈയൊഴിഞ്ഞു. നിനക്ക് നിന്റെ പാട്, എങ്ങനെയും പോയി തൊളയി. പോലീസുകാരുടെ ഇടികൊള്ളുമെന്ന് പറഞ്ഞ് ആ ടാക്സിക്കാർ വന്നപ്പോ ഇറങ്ങിയെന്നേന്നുള്ളൂ. ഞാൻ തന്തയായി പോയില്ലേ, അവറാച്ചൻ പറഞ്ഞു. നീയൊന്നും ഗുണം പിടിക്കുന്നോനല്ല. അപ്പന്റെ പണി നോക്ക്, ജോയിക്കുട്ടി അമർഷത്തോടെ പറഞ്ഞു. അവറാച്ചൻ ആദ്യം കണ്ട വണ്ടിയിൽ കയറി സ്ഥലം വിട്ടു. ജോയിക്കുട്ടിക്ക് നടക്കാൻ തന്നെ വലിയ പാടായിരുന്നു. ദേഹമാസകലം ഇടിച്ചു പിഴിഞ്ഞ വേദന. വല്ല വിധേനയും ടാക്സി സ്റ്റാൻഡിലെത്തി. കയ്യിൽ നയാ പൈസയില്ല. വീതം വിറ്റുകിട്ടിയ തുക അത്രയും കൂട്ടുകൂടി കുടിച്ചു തീർത്തു. വണ്ടിയും കൊണ്ട് ഓട്ടത്തിന് അങ്ങനെ പോകാറില്ല. സദാസമയവും കുടിച്ചു കിറങ്ങി വണ്ടിക്കുള്ളിൽ കിടക്കുകയാണ് അവൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് കയ്യിൽ കാശില്ല. പണം തീർന്നപ്പോ കൂട്ടുകാർ അകന്നു. ഷാപ്പിലും ഹോട്ടലിലും ഒക്കെ പറ്റായി. പറ്റ് കൊന്നുകൂടിയിരിക്കുന്നു. ജോയിക്കുട്ടിക്കിപ്പോ അരക്കുപ്പി ചാരായമെങ്കിലും കിട്ടണം, ഇല്ലെങ്കിൽ അവന് നിൽക്കാൻ വയ്യ. അവൻ കൂട്ടുകാരോട് ചോദിച്ചു. ആരുടെ കയ്യിലും ഇല്ലത്രേ. ഒരു പട്ടിയുടെയിലും ഇല്ലടാ. ഞാൻ 10 രൂപ ചോദിച്ചപ്പോ, അവൻ ആക്രോശിച്ചു. അവന്റെ ശബ്ദം പതറി. അവൻ നേരെ ഷാപ്പിലേക്ക് നടന്നു. കടത്തിനാണെങ്കിൽ ഇനി പറ്റത്തില്ല ജോയിക്കുട്ടി, ഷാപ്പുകാരൻ പറഞ്ഞു. കുറെ ആയി ഇപ്പോ. ഇതെനിക്ക് എന്റെ ഉപജീവന മാർഗമാ. പോട തെണ്ടി, എന്റെ ചാരായം വേണ്ടതാ, ജോയിക്കുട്ടി ആക്രോശിച്ചു. അവിടെ നിന്നിറങ്ങി. ജോയിക്കുട്ടി ബ്ലേഡ് ചാക്കോയുടെ കടയിലേക്ക് ചെന്നു. വണ്ടിയുടെ രജിസ്ട്രേഷൻ ബുക്ക് കൊടുത്തിട്ട് അവൻ 10,000 രൂപ വാങ്ങി. 1 മാസത്തെ അവധിയാണ്. 1 മാസം കഴിയുമ്പോ 10,000-ന് പകരം 11,000 രൂപ കൊടുത്താലേ ബ്ലേഡ് ചാക്ക ബുക്ക് തരൂ. 1000 രൂപ പലിശ. 100 രൂപ നോട്ട് ഷാപ്പുകാരന്റെ മുൻപിലേക്ക് എറിഞ്ഞിട്ട് ജോയിക്കുട്ടി ചാരായം കുടിച്ചു. അതോടെ അവൻ ഉഷാറായി. ഒരു വൈദ്യന്റെ അടുത്ത് ചെന്ന് ശരീരം കുറെ തിരുമിച്ചു. 3-4 ദിവസത്തെ തിരുമും കുളിയും ഒക്കെ ആയപ്പോ ശരീരത്തിന്റെ വേദന മുക്കാലും പോയി കിട്ടി. വീര്യമുള്ള ചാരായം കൂടി ചെന്നപ്പോ ജോയിക്കുട്ടി പഴയ ജോയിക്കുട്ടിയായി. വീര്യമുള്ള പടയാളിയായി. യുദ്ധത്തിന് തയ്യാറായി. പാവപ്പെട്ട അമ്മയോടും അവരുടെ 2 പാവം പെമ്മക്കളോടുമുള്ള യുദ്ധം. റീന വരുന്ന വഴിയിൽ അവൻ കാത്തുനിന്നു. തുടക്കം അവളിൽ നിന്നാകട്ടെ. അവന് ഭയമുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ പണി ബാക്കി കിടന്നാലും റീന സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തും. അവനെ പേടിച്ച് പതിവ് വിട്ട് ഒരിടവഴിയിലൂടെയാണ് അവൾ വരുന്നതും പോകുന്നതും. അതുകൊണ്ട് 3 ദിവസം കാത്തു നിൽക്കേണ്ടതായി വന്നു ജോയിക്കുട്ടിക്ക് റീന വരുന്ന വഴി മനസ്സിലാക്കാൻ. അന്ന് 5 മണിക്ക് അവൻ നിന്നു. വിജനമായ തെങ്ങിൻ തോപ്പിലൂടെ അവൾ വരുന്നതിന്റെ ഇങ്ങേ അറ്റത്ത് അവൻ നിന്നു. വളവിങ്കിൽ ഇടവഴിയുടെ ആരംഭത്തിൽ. തൊട്ടടുത്ത് വന്നതിൽ പിന്നെ ആ അപകടം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ താനും. ഒരു നിമിഷം അവൾ സ്തംഭിച്ചു പോയി. അവന് ആ നിമിഷം മതിയായിരുന്നു അവളെ കരവലയത്തിലാക്കാൻ. നിന്നെ കയ്യിലെടുത്തില്ലെങ്കിൽ പിന്നെ പാലത്തെങ്കിലും ജോയിക്കുട്ടി ആണായിട്ട് മീശ വയ്ക്കുന്നത് എന്തിനാടി പൂളുന്തേ, അവൻ പറഞ്ഞു. അവൾ കുതറി. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. നിന്നോട് എനിക്കിഷ്ട. ആനയെ പോലെ അല്ല നീ, ആലീസിനെ പോലെയും അല്ല. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. വെളച്ചിലെടുത്ത എന്റെ സ്വഭാവം മാറും, അവൻ പറഞ്ഞു. എടട പട്ടി, റീന സംഹാര രുദ്ധയെ പോലെ ചീറി. അവൾ ഒരാനയുടെ കരുത്ത് സംഭരിക്കാൻ ശ്രമിച്ചു. എടീ, ജോയിക്കുട്ടിക്ക് ദേഷ്യമായി. അവളെയും കൊണ്ട് തെങ്ങിൻ തോപ്പിനപ്പുറത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കയറാനായിരുന്നു ജോയിക്കുട്ടിയുടെ ഉന്നം. അയ്യോ, ഓടി വരണേ, ഓടി വരണേ, രക്ഷിക്കണേ, റീന വിളിച്ചലറി. അവളുടെ വായ് പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ച അവന്റെ കൈത്തലത്തിൽ അവൾ ആഞ്ഞു കടിച്ചു. വേദനയോടെ അവൻ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. ബലമായി അവളെ അവൻ പിടിച്ചു വലിക്കുകയാണ്. ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ, റീന വീണ്ടും നിലവിളിച്ചു. ആൾക്കാരധികം ഇല്ലാത്ത സ്ഥലമാണത്. വല്ലപ്പോഴും ഒരു വഴിപോക്കൻ എത്തിയെങ്കിലായി. ഇതുവഴി പോരാൻ ശ്രമിച്ച നിമിഷത്തെ അവൾ ശപിച്ചു. വണ്ടിയുമായി അവൻ മറ്റേ വഴിയിൽ വന്ന് ശല്യപ്പെടുത്താതിരിക്കാനാണ് വണ്ടി പോയില്ലാത്ത ഈ ഇടവഴി തിരഞ്ഞെടുത്തത്. പിടിച്ചു വലിച്ച വഴിയിൽ നിന്ന് തെങ്ങിൻ തോപ്പിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് തോന്നിയ വഴി. റീന അതിശക്തമായി ഒന്ന് കുതറി. താഴേക്ക് കുനിഞ്ഞതും ഒരു പിടി മണ്ണ് വാരി അവന്റെ മുഖത്തേക്ക് എറിഞ്ഞതും ഒപ്പം കഴിഞ്ഞു. എടി പട്ടി, ജോയിക്കുട്ടി മുഖവും കണ്ണും അടച്ചു പിടിച്ച് മേൽക്കീഴ് ചാടിപ്പോയി. റീന ഒറ്റ ഓട്ടം വച്ചു കൊടുത്തു. ഓടി ഓടി കിതച്ച് തളർന്ന് റീന വീട്ടിലെത്തിയതും വരാന്തയിലേക്ക് വീണു. വരാന്തയിലെ ഭിത്തിയിൽ ചാരിയിരിക്കുകയായിരുന്നു അന്നക്കുട്ടി. എന്നെ പറ്റിയടി, അവർ ചോദിച്ചു. തെല്ലു കിതപ്പടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു. വഴി മാറിപ്പോയിട്ട് വന്നിരിക്കുന്നു, എന്നെ പൊന്നുപോലെ നോക്കാമെന്ന്.
എന്നെ ഉരുട്ടിപ്പിടിച്ച് വലിച്ചു അമ്മച്ചി. ഇന്ന് എനിക്ക് തീർച്ചയായി അയാളുടെ മരണം എന്റെ കൈ കൊണ്ടാണ്. 3 തരം. റീന ശബദം പോലെ ആവർത്തിച്ചു. ഇനി ഒരിക്കൽ കൂടി എന്നെ തൊട്ടാ ഞാനത് ചെയ്യും. അകത്ത് എല്ലാം കേട്ടുകൊണ്ട് അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആലിസ്. ജോയ്ക്കുട്ടി പിന്നെ ആ വീട്ടിലേക്ക് വന്നത് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അവന്റെ കയ്യിലിരുന്ന ആ 10,000 തീർന്നു പോയിരുന്നു. 30 ദിവസം കഴിഞ്ഞാൽ 11,000 രൂപ കൊടുത്തില്ലെങ്കിൽ ചാക്കോ വണ്ടി എടുക്കും. അയാൾക്കതിന് ഒട്ടും മടിയില്ല. പോകട്ടെ, അതിന് ഇനിയും ദിവസങ്ങളുണ്ട്. ഇപ്പോഴത്തെ ആവശ്യത്തിന് പണമില്ല. ഇനി പണത്തിന് വഴി എന്ത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് വെളിച്ചം പോലെ തോന്നിയത്. ആലിസിന്റെ കഴുത്തിൽ താൻ മേടിച്ചിട്ട മിന്നുമാല. നേരെ അങ്ങോട്ട് ചെന്നു. പക്ഷേ കുടി കൂടി പോയതുകൊണ്ട് അവിടെ ചെന്നപ്പോ വന്ന ഉദ്ദേശത്തേക്കാൾ അധികം പകയായിരുന്നു മനസ്സിൽ. ഭർത്താവിനെ കുറിച്ച് പരാതി കൊടുത്ത് പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിച്ച് നല്ല നടപ്പിന് ജാമ്യം എഴുതി വെപ്പിച്ച ഭാര്യ ആലിസ്. അതിൽ പിന്നീട് അവളെ ആദ്യമായിട്ടാണ് കാണുന്നതും. കണ്ടതേ ആ ഓർമ്മ വന്നു. പക ഇരട്ടിക്കുകയും ചെയ്തു. കാരണം അടുക്കളയിൽ കഞ്ഞിക്ക് തീ കത്തിക്കുകയായിരുന്ന ആലിസ് അവന്റെ ശബ്ദം കേട്ടിട്ടും ഇറങ്ങി വരികയോ അവനെ കണ്ടിട്ടും ശ്രദ്ധിച്ചതായി ഭാവിക്കുകയോ ചെയ്തില്ല. കുനിഞ്ഞു നിന്ന് തീ ഊതി കത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയായിരുന്നു അവൾ. അത്രയും അവഗണന അവൻ എങ്ങനെ സഹിക്കും? ബലമായി അവളെ പിടിച്ചു നിർത്തിയിട്ട് കൊടുത്തു. കരണത്ത് തിരിച്ചും മറിച്ചും ഭിത്തിയോട് ചേർത്ത് നിർത്തിയിട്ട് കവിളിൽ കുത്തിപ്പിടിച്ചു. ഉച്ചത്തിൽ തെറിയഭിഷേകം. നീ എന്റെ പേരിൽ പരാതി കൊടുക്കും അല്ലടി? പോലീസുകാരാണോടി നിന്റെ മറ്റവന്മാര്? പോലീസിന്റെ കൂടെയാണോടി ഇപ്പൊ നിന്റെ കിടപ്പ്? നീ പരാതി കൊടുക്കും ഇല്ലടി? നീ എന്നെ കൊണ്ട് എഴുതി വയ്പ്പിക്കും അല്ലേടി? എന്നിട്ടോടി നിന്റെ മറ്റവന്മാര് വന്നിട്ടുണ്ടോടി ഇപ്പൊ തടയാൻ? ഉണ്ടോടി? ആലിസ് മിണ്ടിയില്ല. അവൻ അവളുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല താലിയോടുകൂടി ബലമായി പൊട്ടിച്ചെടുത്തു പോക്കറ്റിലിട്ടു. അവൾ പ്രതിഷേധിച്ചില്ല. ഒരക്ഷരവും മിണ്ടിയില്ല. അടുത്ത മുറിയിലുണ്ടായിരുന്നു റീനയും അന്നക്കുട്ടിയും. ബഹളം കേട്ടിട്ടും ഇരുവരും അനങ്ങിയില്ല. ജോയ്ക്കുട്ടി അങ്ങോട്ട് ചെന്നു. റീനയോടായി പറഞ്ഞു, നീ ജയിച്ചെന്ന് കരുതണ്ട. നിന്നെ ഞാൻ ജയിപ്പിക്കുകയുമില്ല. നീ എന്റെ കയ്യിൽ തന്നെ കിടന്ന് പെടപടയ്ക്കും. അത് 3 തരം. റീന അന്നക്കുട്ടിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവളുടെ കയ്യിൽ ഒളിച്ചു വെച്ചിരുന്ന വെട്ടുകത്തിയിലെ പിടിമുറുകി. ജോയ്ക്കുട്ടി അന്നക്കുട്ടിയുടെ അടുത്തേക്ക് ഒരു ചുവട് കൂടി അടുത്തു. തളെ, ദേണ്ടേ, നിങ്ങളുടെ മോടെ കഴുത്തേല് ഞാൻ കെട്ടിയ മിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പോകുക. നിങ്ങളുടെ മകളെ തിരിച്ചെടുത്തോ. പക്ഷെങ്കിൽ ഒരു കാര്യം, ഈ വീടിന് ഞാൻ മുടക്കിയ തുക റൊക്കമായി ഇങ്ങ് കിട്ടണം. അതും നാളെ തന്നെ കിട്ടണം. ജോയ്ക്കുട്ടിയെ പറ്റിച്ചു വിടാമെന്ന് കരുതി ഞെളിയണ്ട. കയ്യിൽ കാശില്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ ആളെ കൊണ്ടുവരാം. ഈ വീടും പറമ്പും വിൽക്കാം. എന്റെ തുക എനിക്ക് കിട്ടിയാൽ മതി. എനിക്ക് പണത്തിന് അത്യാവശ്യമുണ്ട്. എന്റെ കാറ് തിരിച്ചെടുക്കണം. ഞാൻ ഈ പറഞ്ഞത് കേട്ടല്ലോ. നാളെ രാവിലെ ഞാൻ തിരിച്ചു വരും. എന്റെ കാശ് റെഡിയാക്കി വെച്ചോണം. ഇല്ലെങ്കിലോ? ആ സ്വരം ആലിസിന്റേതായിരുന്നു. കർക്കശമായ ചോദ്യം. എടി, ജോയ്ക്കുട്ടി വെട്ടിത്തിരിഞ്ഞു. അതെ, കാശ് തന്നില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് ആലിസ് കർക്കശ സ്വരത്തിൽ ചോദിച്ചു. അവളുടെ മുഖം കല്ലിച്ചിരുന്നു. അത് അറിഞ്ഞിട്ടേ തീരുമാനിക്കുന്നുള്ളൂ. നിങ്ങള് ഇവിടെ കാശ് മുടക്കി പണി ചെയ്തു. ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ? അല്ലല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരം മുടക്കി എന്നതിന് എന്താ തെളിവ്? ഇത് വിറ്റു തുളച്ച് ആ കാശ് കൂടി കുടിച്ചു തീർക്കാമെന്ന് ഒട്ടും വ്യാമോഹിക്കേണ്ട. അതും പറഞ്ഞ് നാളെ തിരിച്ചു വരികയും വേണ്ട. നിങ്ങൾ എന്നെ തള്ളി പറയുന്നതിനും എത്രയോ മുമ്പ് ഞാൻ നിങ്ങളെ തള്ളി പറഞ്ഞു കഴിഞ്ഞു. നിർത്തടി. കലികൊണ്ട് അന്ധനായ ജോയ്ക്കുട്ടി അവളെ കടന്നു പിടിച്ചു. പിന്നെ അടുക്കളയിലേക്ക് അവളെ ഉന്തിക്കയറ്റി. വിടാൻ ആലിസ് കുതറി. അന്നക്കുട്ടിയും റീനയും ആദ്യം അനങ്ങിയില്ല. പക്ഷേ അതിശക്തമായ മണ്ണെണ്ണയുടെ മണം. അന്നക്കുട്ടി പാഞ്ഞു വരുമ്പോൾ കണ്ട കാഴ്ച. ചെറിയ പാട്ടയിലുണ്ടായിരുന്ന മണ്ണെണ്ണ അത്രയും ആലിസിന്റെ തലയിൽ ഒഴിച്ചിട്ട് ജോയ്ക്കുട്ടി അടുപ്പിൽ നിന്ന് തീക്കൊള്ളി എടുക്കുകയാണ്. അന്നക്കുട്ടി ഒട്ടും അമാന്തിച്ചില്ല. റീനയുടെ കയ്യിൽ നിന്ന് വെട്ടുകത്തി പിടിച്ചു വാങ്ങിയതും അടുക്കളയ്ക്ക് ചാടിയതും തീക്കൊള്ളിയും കൊണ്ടുവരുന്ന ജോയ്ക്കുട്ടിയെ ലക്ഷ്യമാക്കി ആഞ്ഞു വെട്ടിയതും ഒപ്പം കഴിഞ്ഞു. ജോയ്ക്കുട്ടി അലറി. ജോയ്ക്കുട്ടിയുടെ കയ്യിലിരുന്ന തീക്കൊള്ളി താഴേക്ക് വീണു. സ്തംഭിച്ചു നിന്നിരുന്ന ആലിസ് കണ്ടു. കുരവുപ്പൂ പോലെ ചീറ്റുന്ന രക്തം. ജോയ്ക്കുട്ടിയുടെ പിടലിക്കാണ് വെട്ടുകൊണ്ടത്. അലറിക്കൊണ്ടവൻ തിരിഞ്ഞു. അന്നക്കുട്ടിയെ ലക്ഷ്യമാക്കി. അന്നക്കുട്ടി മടിച്ചില്ല. ഒരു വെട്ടുകൊണ്ട് അറപ്പ് തീർന്നിരിക്കുന്നു. ചോരയുടെ ചുവപ്പ് അവരിൽ ആവേശം നിറച്ചതുപോലെ. തിരിഞ്ഞു വരുന്ന ജോയ്ക്കുട്ടിയുടെ പിടലിക്ക് തന്നെ വീണ്ടും വെട്ടുകൊണ്ടു. ആലിസിന്റെ മുഖം നിറയെ ചോര. ജോയ്ക്കുട്ടി കടപുഴകി അടുക്കളയിൽ വീണു. അവിടെ കിടന്ന് പിടച്ചു. മരണവെപ്രാളം കൊണ്ടവൻ എല്ലാം ചവിട്ടി തള്ളി നീണ്ടു നിവർന്നു വളഞ്ഞു. ഒടുവിൽ ആ പിടച്ചിൽ നിന്നു. ആലിസ് തുറിച്ചു നോക്കി. അവൾ ആ സത്യം ഉൾക്കൊണ്ടു. അവളുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. രക്തം ചീറ്റിയ മുഖവും വസ്ത്രവുമായി അന്നക്കുട്ടി നിന്നു. അമ്മച്ചി,
എല്ലാം കണ്ട് മിഴിച്ചു നിന്നിരുന്ന റീന വിളിച്ചു, മക്കളെ. അന്നക്കുട്ടി ആലീസിനെയും റീനയെയും നോക്കി. ഒരുപാട് നാളായി ഞാൻ മനസ്സിൽ കണ്ടിരുന്ന പരിഹാരമാണിത്, നിങ്ങളെ രക്ഷിക്കാൻ. ഇന്ന് ധൈര്യം വന്നുള്ളൂ. അമ്മച്ചി. രണ്ടു മക്കളും അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോഴേക്കും ആൾക്കാർ ആ വീട്ടുമുറ്റത്ത് തടിച്ചുകൂടി കഴിഞ്ഞിരുന്നു. എല്ലാവർക്കും ആലീസ് എന്ന ഈ നോവൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ നോവലുമായി വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. നന്ദി.